സുഹൃത്തുക്കളെ, കുറച്ച് സങ്കോചത്തോടെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനിരിക്കുന്നത്. എനിക്ക് വളരെ സൗഹൃദമുള്ള, ഞാൻ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ, ശരിക്കും ഒരാളുടെ അല്ല, രണ്ടുപേരുടെ ചില നിലപാടുകളെ വിമർശിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണ വീഡിയോ ആണ് എന്നതുകൊണ്ടാണ് ഇത് ചെയ്യാൻ വിഷമം തോന്നുന്നത്. പക്ഷേ പറയാതിരിക്കാൻ പറ്റാത്ത നിലയാണ്. ഈ അടുത്ത ദിവസം യൂട്യൂബിൽ മൈത്രേയൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ബസ്സിലെ സൗജന്യം വാങ്ങുന്നവർ അഭിമാനമില്ലാത്തവർ എന്നാണ് ആ വീഡിയോവിൻ്റെ ടൈറ്റിൽ. ഈ ജൂൺ 21 തൃശ്ശൂരിൽ നടന്ന യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ നടന്നൊരു ചോദ്യോത്തര പരിപാടിയുടെ ഒരു ഭാഗമാണ് ഈ ടൈറ്റിൽ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പോപ്പുലറായിട്ടുള്ളൊരു വീഡിയോ ആണ്. റിലീസ് ചെയ്ത് ഇപ്പോൾ രണ്ടാഴ്ചയായി. രണ്ടാഴ്ച കൊണ്ട് തന്നെ 44,000 വ്യൂസ് കടന്നു കഴിഞ്ഞു. ബട്ട് അനവധി കമൻറ്റുകൾ അതിനിടയിൽ വന്നിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ഈ തലക്കെട്ടിൽ പറഞ്ഞ ആശയത്തെ പിന്തുണച്ചുകൊണ്ടുള്ളതാണ്. മൈത്രേയനെ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഞാനും അദ്ദേഹവും പല പ്രസംഗവേദികളിലും ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുവഴി പോകുമ്പോൾ മൈത്രേയൻ എൻ്റെ വീട്ടിലൊരു സൗര സന്ദർശനം നടത്തി. അപ്പോഴെടുത്തൊരു ഫോട്ടോ ആണിത്. ഇങ്ങനെ ഞാൻ അറിയുന്ന മൈത്രേയൻ ഇത്തരമൊരു പ്രസ്താവന നടത്താനിടയില്ല. ഒരുപക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്ത സുഹൃത്തുക്കൾ ഒരു ക്ലിക്ക് ബെയ്റ്റായിട്ട് കൊടുത്ത തലക്കെട്ടാവും എന്നാണ് ഞാൻ ആ തമ്പനയിൽ കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷേ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് മൈത്രേയൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായി. എനിക്കൊട്ടും യോജിപ്പില്ലാത്ത ഒരഭിപ്രായമാണ്. എൻ്റെ വിയോജിപ്പ് പരസ്യമായി പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ച് സങ്കോചത്തോടെയാണെങ്കിലും വീഡിയോ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ബസ്സിലെ സൗജന്യം വാങ്ങുന്നവർ അഭിമാനമില്ലാത്തവർ എന്ന ഈ വീഡിയോവിൽ 2 ചോദ്യങ്ങളും ആ ചോദ്യങ്ങളോടുള്ള മൈത്രേയൻ്റെ പ്രതികരണങ്ങളും ആണുള്ളത്. ആദ്യ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി പല ഉപകാരങ്ങളും ചെയ്തിട്ടുള്ള യുക്തിവാദിയായ എൻ്റെ ഒരു ദീർഘകാല സുഹൃത്താണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് ശബ്ദം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഏതായാലും ആ ചോദ്യത്തിൽ തന്നെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ആദ്യം വിശദീകരിച്ച് വേണം മൈത്രേയൻ്റെ മറുപടിയെ അഡ്രസ്സ് ചെയ്യാൻ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഒരാളുടെ അല്ല 2 പേരുടെ നിലപാടുകളെ വിമർശിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഏതായാലും ആശയപരമായ വിമർശനങ്ങൾ കാരണം ഈ വ്യക്തി സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം മൈത്രേയനോട് എൻ്റെ സുഹൃത്ത് ഉന്നയിച്ച ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. ആ വീഡിയോ കേൾക്കാം. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സാമൂഹിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് പ്രിയദർശിനി പദ്ധതി. സർക്കാരിൻ്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിൽ സമൂഹത്തിലെ വിവിധ ആൾക്കാർ വിവിധ കോണുകളിൽ വിവിധ ആംഗിളിൽ ചർച്ച ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഇത് സ്ത്രീകൾക്ക് അനിവാര്യമാണോ? ആണെങ്കിൽ അതെങ്ങനെ? ഈ സൗജന്യമെന്ന് പറയുമ്പോൾ അത് വേറൊരാളിൽ നിന്നും എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ ഈ സൗജന്യം ഇത് എങ്ങനെ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഈ സൗജന്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീജനങ്ങൾക്കാണ്? ഇപ്പം ഈ പറയുന്ന ഗസറ്റഡ് റാങ്കുള്ള ആളിനും അത് പ്രിയദർശനിയിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകാൻ പോകുന്നത്? മറ്റൊരു കാര്യം, ഇപ്പം ഇതേപോലെയുള്ളത് തന്നെയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ സൗജന്യമാണ്. ഇപ്പം അംബാനിയുടെ മോൾക്കും യൂസഫ് അലിയുടെ മോൾക്കും സർക്കാർ സ്കൂളിൽ സൗജന്യമായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ OPയിലും ഫ്രീ ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെയാണോ ഈ ഗതാഗതവും ആകേണ്ടതെന്നുള്ളത് ഒരു ചോദ്യം. അങ്ങനെ അതെങ്ങനെയാണ്, ഏത് കോണിലാണ് മൈത്രേയൻ കാണുന്നതെന്നുള്ളതാണ്. ഈ ചോദ്യഭാഗത്തിൽ ആദ്യമായി അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ പ്രസ്താവന ഇതാണ്. സൗജന്യം എന്ന് പറയുമ്പോൾ അത് വേറൊരാളിൽ നിന്നെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്തോ ആരോഗ്യരംഗത്തോ പൊതുഗതാഗത രംഗത്തോ ഒക്കെ ജനങ്ങൾക്ക് സൗജന്യമായ സേവനം ലഭ്യമാക്കുന്നു എന്നതിനെ ചിലരിൽ നിന്ന് പണമെടുത്ത് ചിലർക്ക് കൊടുക്കുന്ന ഏർപ്പാടായി കാണുന്ന വിമർശനത്തെ
സീറോസം ക്രിട്ടിക് ഓഫ് സ്റ്റേറ്റ് വെൽഫെയർ എന്ന് നമുക്ക് പേര് പറയാം. എല്ലാ ഗവൺമെൻറ് സൗജന്യങ്ങളും സബ്സിഡികളും ഇതൊക്കെയും ടാക്സ് കൊടുക്കുന്നവൻ്റെ പോക്കറ്റിലെ കാശെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് പ്രീണിപ്പിക്കുന്ന ഏർപ്പാടാണ് എന്നതാണ് ഈ സീറോസം ക്രിട്ടിക്. പോയവന് പോയി കിട്ടിയവന് കിട്ടി, അത്രയേ ഉള്ളൂ എന്നതാണ് ഈ വിമർശകർ മനസ്സിലാക്കിയിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. എന്നാൽ ഗവൺമെൻറ് കൊടുക്കുന്ന സൗജന്യങ്ങളെ ഇങ്ങനൊരു സീറോസം കാഴ്ചപ്പാടിൽ കാണുന്നത് തെറ്റാണ്. വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് എല്ലാവരും ആകാംക്ഷാഭരിതരായി കോവിഡ് വാക്സിന് കാത്തിരുന്നുകൊണ്ടിരുന്ന കാലത്ത് ഗവൺമെൻറ് സൗജന്യ വാക്സിൻ കൊടുക്കാൻ തുടങ്ങുന്നു. കൃത്യമായി പറഞ്ഞാൽ 2021 ജനുവരി 16 ഇത് കൊടുത്തു തുടങ്ങിയത്. ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രം, മറ്റാർക്കുമില്ല. ആ നിലയിൽ എനിക്കും കിട്ടി. പിന്നെയും 105 ദിവസം കഴിഞ്ഞ് 2021 മെയ് 1 മാത്രമാണ് എല്ലാ പൗരന്മാർക്കും വാക്സിൻ കൊടുക്കാൻ ആരംഭിച്ചത്. മഹാമാരിയുടെ കാലമാണെന്ന് ഓർക്കണം. 105 ദിവസം കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. 2021 ജനുവരിയിൽ നോക്കിയാൽ എനിക്ക് ഗവൺമെൻറ് സൗജന്യമായി വാക്സിൻ തരുന്നു. എന്നെപ്പോലെ തന്നെ ടാക്സ് കൊടുക്കുന്ന എൻ്റെ അയൽക്കാരന് കൊടുക്കുന്നില്ല. സീറോസം കാഴ്ചപ്പാടിൽ നോക്കിയാൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ വേറൊരാളിൽ നിന്നെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെൻറ് ചെയ്തത്. പക്ഷേ ഈ സീറോസം കാഴ്ചപ്പാട് അവഗണിക്കുന്ന ഒരു പ്രധാന ഘടകം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്ന പോസിറ്റീവ് എക്സ്റ്റേർണാലിറ്റീസാണ്. ആരോഗ്യ പ്രവർത്തകരെ വാക്സിനേറ്റ് ചെയ്യുന്നതിലൂടെ ആരോഗ്യരക്ഷാ സംവിധാനം സംരക്ഷിക്കപ്പെടുന്നു. പൊതുസമൂഹത്തിന് അത് നൽകുന്ന പ്രയോജനം വളരെ വലുതാണ്. പൊതുജനങ്ങൾക്കായി ചികിത്സാ സൗകര്യങ്ങൾ നിലനിർത്താൻ കഴിയുന്നു. അതിന് പുറമെ ആശുപത്രികളിൽ നിന്നുള്ള രോഗവ്യാപനം കുറയുന്നു. അങ്ങനെ സമൂഹത്തിന് മൊത്തത്തിൽ വലിയ പ്രയോജനം ചെയ്യുന്നു. ഇതൊക്കെയാണ് പോസിറ്റീവ് എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വാക്സിനേഷൻ്റെ ഉദാഹരണം KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീ യാത്രാ സൗജന്യം എന്ന പരിപാടിയുമായി തത്തുല്യമാണ് എന്ന് ഞാൻ പറഞ്ഞതായി തെറ്റിദ്ധരിക്കരുത്. സീറോസം ക്രിട്ടിക് ഓഫ് സ്റ്റേറ്റ് വെൽഫെയർ എന്നത് ഒരു ശരിയായ നിലപാടല്ല, ശരിയായൊരു വിമർശനമല്ല എന്നത് വ്യക്തമാക്കാൻ ലളിതമായ, എനിക്ക് വ്യക്തിപരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കുക എന്ന സർക്കാർ സാമ്പത്തിക പരിപാടിയുടെ പോസിറ്റീവ് എക്സ്റ്റേർണാലിറ്റീസ് എന്തൊക്കെയാണ് എന്ന കാര്യം വളരെ വിശദമായി അക്കമിട്ട് പരിശോധിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ ഇനി വരാനുള്ള ഭാഗങ്ങൾ പറയാം. ഈ പദ്ധതിയുടെ സാമ്പത്തിക വശത്തെക്കുറിച്ച് ട്രാൻസ്പോർട്ട് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ വീഡിയോ ഭാഗം ഇവിടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗതാഗത മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ രാഷ്ട്രീയ കക്ഷിയുടെ അനുയായിയോ സഹയാത്രികനോ ഒന്നുമല്ല ഈ ഞാൻ. അങ്ങനെ എന്തെങ്കിലും കക്ഷി രാഷ്ട്രീയ പ്രചരണത്തിനായിട്ടല്ല ഈ വീഡിയോ കാണിക്കുന്നത്. എന്തുകൊണ്ട് സ്റ്റേറ്റ് വെൽഫെയർ എന്നതിനെ ഒരു സീറോസം പ്രൊജക്റ്റായി കാണരുത് എന്നത് വ്യക്തമാക്കാൻ എന്നതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ കാണിക്കുന്നത്. സാർ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രിയദർശിനി സൗജന്യ യാത്രയാണ്. വാസ്തവത്തിൽ അതൊരു സൗജന്യ യാത്രാ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഏതാണ്ട് 5 ലക്ഷം സ്ത്രീകളാണ് ഒരു ദിവസം അധികമായി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. 20 ലക്ഷം പേർ യാത്ര ചെയ്തിരുന്നിടത്ത് 10 ലക്ഷം സ്ത്രീകളാണ് യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ 15 ലക്ഷം പേരാണ് യാത്ര ചെയ്യുന്നത്. നമുക്കതിലൊരു 2.5 കോടിയോളം രൂപ എല്ലാ ദിവസവും ബാധ്യത വരുന്നുണ്ട്. അത് ഫിനാൻസിന്റെ ഭാഗത്തുനിന്ന് ധനകാര്യപരമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ ജീവിതത്തിൻ്റെയും ആ സമ്പദ്ഘടനയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഏതാണ്ട് 7 കോടിയിലധികം രൂപ സാധാരണക്കാരായ സ്ത്രീകളുടെ കയ്യിൽ ദിവസേന ഈ ഗവൺമെന്റ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു 600 കോടിയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത്. ഒരു വർഷത്തേക്ക് എല്ലാ മാസവും കൂടെ കൂട്ടുകയാണെങ്കിൽ 800 രൂപയാണ് ഇരിക്കട്ടെ. പക്ഷെ 1 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ അതിന് 3 രൂപയുടെ ബെനിഫിറ്റ് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന വർക്കിംഗ് വിമൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് കിട്ടുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല സാർ, അവരുടെ പ്രായം ചെന്ന അച്ഛനമ്മമാർ, അവരുടെ കുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ,
അവരുടെ കുടുംബ ബജറ്റിനെ തന്നെ ഈ ബജറ്റ് ശക്തിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അത് മുടക്കം കൂടാതെ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി വിജയിക്കുമെന്നോ ഇല്ലെന്നോ ഒന്നും പ്രവചിക്കാൻ ഞാനില്ല. പക്ഷേ ഈ സീറോ സം ക്രിട്ടിക് ഓഫ് സ്റ്റേറ്റ് വെൽഫെയർ എന്നത്, അതായത് സൗജന്യം എന്ന് പറയുമ്പോൾ അത് വേറൊരാളിൽ നിന്നെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലോ എന്ന ധാരണ ശരിയല്ല. പൊതുഗതാഗതം എന്നതൊരു പബ്ലിക് ഗുഡാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് എ പബ്ലിക് ഗുഡ് ദാറ്റ് ക്രിയേറ്റ്സ് മാസീവ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. ഈ രംഗത്ത് ഗവൺമെൻറ് നൽകുന്ന ഇളവുകളെയും സബ്സിഡികളെയും വ്യക്തികളുടെ പോക്കറ്റ് അടിക്കുന്ന ഒരു പരിപാടിയായി ലഘൂകരിച്ച് കാണുന്നത് ശരിയല്ല. ഇതിനൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരാളിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരാളുടെ ധനം തന്നെയും ശൂന്യതയിൽ നിന്ന് അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തതല്ല എന്ന് നമ്മൾ ഓർക്കണം. വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഗതാഗതം, ക്രമസമാധാനം എന്നിങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങളുള്ള ഒരു സാമൂഹ്യ ആവാസ വ്യവസ്ഥയിൽ ജനിച്ചു വളർന്നു ജീവിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും അയാളുടെ തൊഴിലോ വ്യാപാരമോ ഒക്കെ നടത്തി വരുമാനമുണ്ടാക്കുന്നത്. ആ ഒരു വശം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് താൻ ഉന്നയിക്കുന്ന സീറോ സം ക്രിട്ടിക് ഓഫ് സ്റ്റേറ്റ് വെൽഫെയറിനെ എൻ്റെ സുഹൃത്ത് പുനഃപരിശോധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അടുത്തതായി ഈ ചോദ്യഭാഗത്ത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായി എനിക്ക് തോന്നിയൊരു പ്രസ്താവന ഗസറ്റഡ് റാങ്കുള്ള ആളിനും പ്രിയദർശിനിയിൽ യാത്ര ചെയ്യാം എന്നതാണ്. ഈ സൗജന്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീജനങ്ങൾക്കാണ് എന്ന ചോദ്യത്തിൻ്റെ വിശദീകരണമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയെ വിമർശിക്കാനായിട്ട് ഗസറ്റഡ് റാങ്കുള്ള ആളിനും പ്രിയദർശിനിയിൽ യാത്ര ചെയ്യാം എന്ന വാദം ഉന്നയിക്കുന്നത് ഒരു വികലമായ ന്യായമാണ്. ഒന്നിലധികം ന്യായവൈകല്യങ്ങൾ ഇതിലുണ്ട്. ഒരെണ്ണം മാത്രം പറയാം: സെലക്റ്റീവ് അറ്റൻഷൻ. അങ്ങേയറ്റം അപ്രസക്തമായ ഒരു ഘടകത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഒരു വാദത്തിൻ്റെ പ്രസക്തമായ മറ്റ് ഘടകങ്ങളെ തമസ്കരിക്കുന്ന രീതിയാണ് ഈ ന്യായവൈകല്യം. ഗസറ്റഡ് റാങ്കുള്ള ആളിനും പ്രിയദർശിനിയിൽ യാത്ര ചെയ്യാം എന്നത് വാസ്തവവിരുദ്ധമാണോ? തീർച്ചയായും അല്ല. ഗസറ്റഡ് ഓഫീസർമാരായിട്ടുള്ള വനിതകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയും. പക്ഷേ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഇതൊരു പരിഗണനാർഹമായ ഘടകമാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ 1,73,00,000 സ്ത്രീകളുണ്ട്. ഇൻ പ്രിൻസിപ്പിൾ അവർക്കൊക്കെയും ബാധകമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ വളരെയധികം പ്രായം ചെന്നവരുണ്ടാവും, തീരെ ചെറിയ കുട്ടികളുണ്ടാവും. അതൊരു ഒബ്ജക്ഷനായിട്ട് വേണമെങ്കിൽ പറയാം. ശരി, ഒരു 53,00,000 ആൾക്കാരെ ആ രീതിയിൽ ഒഴിവാക്കിക്കോളും. എന്നാലും 1,20,00,000 പൊട്ടൻഷ്യൽ ഗുണഭോക്താക്കൾ ഈ പദ്ധതിക്കുണ്ട്. ഗസറ്റഡ് റാങ്കുള്ള എത്ര സ്ത്രീകൾ കേരളത്തിലുണ്ട് കൃത്യമായിട്ട് അറിയില്ല. മൊത്തം കേരളത്തിലുള്ളത് 60,000 ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്നതാണ് ഒരു കണക്ക് കണ്ടത്. അതിലെത്ര വനിതകൾ എത്ര പുരുഷന്മാർ എന്ന് കൃത്യമായിട്ട് കണക്കില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല. മൊത്തത്തിൽ സർക്കാർ ജീവനക്കാരിൽ 40.7% സ്ത്രീകളാണെന്നൊരു കണക്ക് കേട്ടിരുന്നു. ഏതായാലും അതിലൊരു തർക്കം വേണ്ട. തൽക്കാലം നമുക്ക് 50% സ്ത്രീകൾ എന്ന് തന്നെ എടുക്കുക. അപ്പോൾ ഒരു 30,000 ഗസറ്റഡ് ഉദ്യോഗസ്ഥ വനിതകൾ ഉണ്ട് എന്ന് കണക്കാക്കാം. ചുരുങ്ങിയത് 1,20,00,000 ഗുണഭോക്താക്കളുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ഉന്നയിക്കുന്ന വിമർശനം അതിൽ 30,000 ആൾക്കാർ അനർഹരാണ് എന്നതാണ്. അതായത് മൊത്തം ഗുണഭോക്താക്കളുടെ 0.25% ആൾക്കാരുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. ഇതാണ് സെലക്റ്റീവ് അറ്റൻഷൻ ഫാലസി എന്ന് ഞാൻ പറഞ്ഞത്. ഇനി പോട്ടെ, ഗസറ്റഡ് റാങ്ക് ഉള്ളവർ എന്ന് പറഞ്ഞത് കേവലം ഗസറ്റഡ് ഓഫീസർമാർ എന്നതല്ല, മറിച്ച് സ്വന്തമായി തൊഴിലും മികച്ച വരുമാനവുമുള്ള സ്ത്രീകൾ എന്നത് സൂചിപ്പിക്കാനായിട്ടാണ് പറഞ്ഞത് എന്നും തീർച്ചയായും വാദിക്കാം. അതുകൊണ്ട് ആ കാര്യം നോക്കാം. കേരളത്തിൽ എത്ര സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്? തൊഴിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാത്തരം ജോലികളുമാണ്. കടയിലും പെട്രോൾ പമ്പിലും പാടത്തും പറമ്പിലും കെട്ടിട നിർമ്മാണത്തിലുമൊക്കെയായി ഏറ്റവും കുറഞ്ഞ കൂലിക്ക് പോലും ജോലി ചെയ്യുന്ന ആളുകളെ അടക്കമാണ് പറയുന്നത്. അതായത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. കേരളത്തിലെ സ്ത്രീകളിൽ 34.9% ആൾക്കാരാണ് തൊഴിലെടുക്കുന്നത് എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. പുരുഷന്മാരിൽ 72.1% ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് മാറിയൊരു കാര്യം പറയട്ടെ. ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ കാണുന്ന ഈ 72%ഉം 35%ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ് സൂചിപ്പിക്കുന്നത്? വലിയൊരു ഭാഗം സ്ത്രീകൾ കേരളത്തിൽ ഇന്നും പണ്ട് വിസ്മയോ അമ്മ പറഞ്ഞത് അവസ്ഥയിൽ തന്നെ കഴിയുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ഓർമ്മയുണ്ടോ? ഭാരതക്ഷമേ നിൻ്റെ പെൺമക്കൾ അടുക്കളക്കാരികൾ, വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന്ന് ഗർഭാധാനപാത്രങ്ങൾ, ആജന്മാന്തം പരതന്ത്രകൾ, പശുപ്രായകൾ, അബലകൾ,
എന്ന് മിസ് മേയോൻ്റെ വിമർശനത്തെ അക്കാലത്തെ ഒരു കവി പരാവർത്തനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആജന്മാന്തം പരതന്ത്രകളായി കഴിയുന്ന, ഓരോ രൂപക്കും മറ്റൊരാളോട് കൈനീട്ടേണ്ടി വരുന്ന ദശലക്ഷക്കണക്കായ സ്ത്രീകൾ ഇന്നും കേരളത്തിലുണ്ട്. അവരെ അഭിമാനമില്ലാത്തവർ ആക്കിയത് കാലാകാലമായി നിലനിൽക്കുന്ന പുരുഷാധിപത്യമാണ്. ബസ്സിലെ സൗജന്യം വാങ്ങുന്നവർ അഭിമാനമില്ലാത്തവർ എന്ന ഈ വീഡിയോ 44,000 ആൾക്കാർ കാണുന്നു, 400ഓളം പ്രോത്സാഹന കമൻറ്റുകൾ വരുന്നു എന്നത് അതേ പുരുഷാധിപത്യ മനോഭാവത്തിൻ്റെ മേൽക്കോയ്മ സമൂഹത്തിൽ സുശക്തമാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നേ വരെ മൈത്രേയൻ്റെ ഒരു വീഡിയോ പോലും ഷെയർ ചെയ്യാത്ത ആൾക്കാർ പോലും ഇപ്പോൾ ഈ വീഡിയോൻ്റെ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അതേതായാലും അവിടെ ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഈ 72%-ൻ്റെയും 35%-ൻ്റെയും കണക്കുകൾ പറഞ്ഞത് മറ്റൊരു കണക്ക് കൂട്ടാനും കൂടി വേണ്ടിയാണ്. ചോദ്യകർത്താവ് ഉന്നയിക്കുന്ന ഗസറ്റഡ് റാങ്ക് വിഷയമുണ്ടല്ലോ, അതായത് ഉന്നത വരുമാനമുള്ളവർ KSRTC ഓർഡിനറി ബസ്സിലെ സൗജന്യം ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിഷയം. അത് ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗസ്ഥർ എന്നതിന് പകരം സ്വന്തമായി ഉയർന്ന വരുമാനമുള്ളവർ എന്ന വിശാലമായ അർത്ഥത്തിൽ തന്നെ നമുക്കെടുക്കാം. എന്നാൽ എത്ര പേര് ആ ഗണത്തിൽ പെടുന്നവരുണ്ടാവും എന്ന് നോക്കാനാണ് ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിലെ 72-35 കണക്ക് ഞാൻ എടുത്തത്. വർഷത്തിൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള എത്ര പേര് കേരളത്തിലുണ്ട്? 7,26,300 പേര് എന്നാണ് ഔദ്യോഗിക കണക്ക്. വർഷത്തിൽ 5 ലക്ഷം വരുമാനം എന്ന് പറഞ്ഞാൽ മാസത്തിൽ 40,000-അടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 41,666 രൂപ വരുമാനം എന്നാണ് അർത്ഥം. ഇതിൽ എത്ര ശതമാനം സ്ത്രീകളുണ്ടാവും? തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്കിടയിൽ ഉന്നത വരുമാനമുള്ള ജോലികൾ ഉള്ളവർ താരതമ്യേന കുറവാണ്. 15% മുതൽ പരമാവധി 20% വരെ മാത്രമേ ഉയർന്ന വരുമാനമുള്ള ജോലികളിൽ സ്ത്രീകളുള്ളൂ. ബാക്കി 80-85% പുരുഷന്മാരാണെന്നാണ് കണക്ക്. അതുപോട്ടെ, അതൊഴിവാക്കാം. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ കണക്ക് പ്രകാരമുള്ള 72:35 ആ അനുപാതത്തിൽ തന്നെ നോക്കിയാൽ 5 ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ളവരിൽ ഇതേ അനുപാതത്തിൽ സ്ത്രീകളുണ്ട് എന്ന് സങ്കല്പിക്കാം. ഇതൊരു വാസ്റ്റ് ഓവർ എസ്റ്റിമേഷൻ ആണ് കേട്ടോ, എങ്കിലും വാദത്തിന് അങ്ങനെ സങ്കല്പിക്കാം. മൊത്തം 5 ലക്ഷം രൂപയും അതിനു മുകളിലും വാർഷിക വരുമാനമുള്ള 7,26,300 പേരിൽ ഈ 72:35 അനുപാതത്തിൽ നോക്കിയാൽ എത്ര സ്ത്രീകളുണ്ടാവും? 2,37,575 സ്ത്രീകളുണ്ടാവും. ഇനി മൊത്തത്തിൽ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രക്ക് അർഹതയുള്ള സ്ത്രീ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഈ 2,37,575 എന്നുകൂടി നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. മൊത്തം സ്ത്രീ ജനസംഖ്യ 1,73,00,000 വരുന്ന സ്ത്രീകളിൽ 1,20,00,000 പേരെങ്കിലും ഈ പരിപാടിയുടെ പൊട്ടൻഷ്യൽ ബെനിഫിഷ്യറീസ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഉയർന്ന വരുമാനം, അതായത് ഏതാണ്ട് 42,000 രൂപയോ അതിൽ കൂടുതലോ മാസ വരുമാനമുള്ളവർ എത്ര പേരുണ്ട്? പരമാവധി നമ്മളിപ്പോൾ കണ്ടല്ലോ, 2,37,575 പേർ, അതായത് 1.98% ആൾക്കാർ. അതായത് ഗുണഭോക്താക്കളുടെ എണ്ണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തും ഉയർന്ന വരുമാനമുള്ളവരുടെ എണ്ണം ഓവർ എസ്റ്റിമേറ്റ് ചെയ്തും കൊണ്ടുള്ള ഒരു കണക്ക് പ്രകാരം പോലും, അങ്ങനെ ഒരു കണക്കാണ് നമ്മൾ തയ്യാറാക്കിയത്, അതിൽ പ്രകാരം പോലും KSRTC സൗജന്യ യാത്രക്ക് അർഹതയുള്ള സ്ത്രീജനങ്ങളുടെ 2% ആൾക്കാർ മാത്രമാണ് ഉന്നത വരുമാനം ലഭിക്കുന്ന ആൾക്കാർ. അതായത് 98% ഗുണഭോക്താക്കളും ഇവിടെ ചോദ്യകർത്താവായ എൻ്റെ സുഹൃത്ത് പറയുന്നത് പോലെ ഉയർന്ന വരുമാനമുള്ളവരല്ല. ഈ 2% ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പദ്ധതിയുടെ ന്യായത്തെ ചോദ്യം ചെയ്യുക എന്നത്, നീതിയെ ചോദ്യം ചെയ്യുക എന്നത് സെലക്റ്റീവ് അറ്റൻഷൻ ഫാലസിയുടെ പലവിധ അവസ്ഥാന്തരങ്ങളിലെ ഒരു ഭയാനകമായ വേർഷനാണ് എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ സുഹൃത്ത് ഉന്നയിക്കുന്ന ഈ ന്യായവൈകല്യം ഒരു ജനപ്രിയമായ ഐറ്റമാണ് എന്ന് തോന്നുന്നു. ഈ വീഡിയോവിനടിയിൽ വന്ന കമൻറ്റുകൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ പറയുന്നു, കറക്റ്റ്, 1 ലക്ഷം ശമ്പളം വാങ്ങുന്നവളും എളിഞ്ഞിരുന്നു പോകുന്നു. സത്യത്തിൽ അങ്ങനെ പോകുന്നുണ്ടോ? ഈ കാലത്ത് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ധനിക വിഭാഗത്തിൽ പെടുന്ന എത്ര സ്ത്രീകളെ നിങ്ങൾ കാണാറുണ്ട്? വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, ധനികരായ വ്യക്തികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാഹനമല്ല KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ.
ചോദ്യകർത്താവായ എൻ്റെ സുഹൃത്ത് അവിടെ പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ തന്നെ ഈ കാര്യം ഞാൻ ഒന്ന് വിശദീകരിക്കാം. ചോദ്യത്തിൻ്റെ ഭാഗമായി എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്: അംബാനിയുടെ മകൾക്കും യൂസഫ് അലിയുടെ മകൾക്കും സർക്കാർ സ്കൂളിൽ സൗജന്യമായി പഠിക്കാം, അതേപോലെ തന്നെ സർക്കാർ ആശുപത്രിയിലെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ OPയിൽ ഫ്രീ ആയി കാണിക്കാം. അതുപോലെ തന്നെയാണോ ഈ ഗതാഗതവും ആവേണ്ടത്? ശരിയാണ്, അംബാനിയുടെ മകൾക്കും യൂസഫ് അലിയുടെ മകൾക്കും സർക്കാർ സ്കൂളിൽ സൗജന്യമായി പഠിക്കാം, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടാം. പക്ഷേ ഇവരാരും സർക്കാർ സ്കൂളിൽ പഠിക്കുകയോ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുകയോ ചെയ്യാറുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. അവർക്ക് അവരുടേതായ അല്ലെങ്കിൽ അവരെപ്പോലെ ഉള്ളവർക്കായി ഉദ്ദേശിക്കപ്പെട്ട സ്വകാര്യ സ്കൂളുകളുണ്ട്, സ്വകാര്യ ആശുപത്രികളുമുണ്ട്. ദേ സെൽഫ് സെലക്ട് ഔട്ട് ഓഫ് സച്ച് പബ്ലിക് സർവീസസ്. അതാണ് സത്യം. ഇത് അംബാനി അദാനി ലെവലിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. കേരളത്തിലെ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കപ്പെടുന്നവർ പോലും ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി സർക്കാർ സംവിധാനങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നില്ല. മറ്റ് ബദൽ മാർഗങ്ങളെയാണ് അവർ കൂടുതലായി ആശ്രയിച്ചു വരുന്നത് എന്നതാണ് വസ്തുത. ഗവൺമെൻറ് ആശുപത്രികളിൽ ഇന്ന് OP ടിക്കറ്റിന് ഈടാക്കുന്ന 5 രൂപ ഇനി മുതൽ വേണ്ട എന്ന് നാളെ ഒരു ഗവൺമെൻറ് തീരുമാനിച്ചാൽ നമ്മുടെ താലൂക്ക് ആശുപത്രികളിലെ OPകൾക്ക് മുമ്പിൽ ക്യൂവിൽ 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന ആൾക്കാർ വന്ന് ഞെരുങ്ങി നിൽക്കും, ക്യൂ നിൽക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല. 5 രൂപ OP ടിക്കറ്റിന് കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല സമൂഹത്തിലെ ക്രീമി ലെയറിൽ പെടുന്ന ആൾക്കാർ സർക്കാർ ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കാത്തത്. ദേ ഹാവ് സെൽഫ് സെലക്റ്റഡ് ഔട്ട് ഓഫ് സച്ച് സർവീസസ്. ഇതേ കാര്യം തന്നെയാണ് KSRTC ഓർഡിനറി ബസ്സുകളുടെ വിഷയത്തിലുമുള്ളത്. ആദ്യത്തെ 2.5 കിലോമീറ്ററിന് 10 രൂപയും പിന്നെ ഓരോ കിലോമീറ്ററിന് ഓരോ രൂപയുമാണ് KSRTC ഓർഡിനറി ബസ്സിലെ ചാർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചാർജ് കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടല്ല സമൂഹത്തിലെ ക്രീമി ലെയറിലുള്ളവർ ആ ബസ്സുകളിൽ ഇടിച്ചു കയറി പോകാത്തത്. ഈ 10 രൂപയോ 15 രൂപയോ ഒഴിവാക്കി കൊടുത്താൽ കേരളത്തിലെ ഗസറ്റഡ് റാങ്കുള്ള സ്ത്രീകളും മറ്റ് ക്രീമി ലെയർ സ്ത്രീകളും അതിലേക്ക് ഇരമ്പിക്കയറി വന്നു കളയും എന്നതൊക്കെ വെറും വിദണ്ഡവാദം എന്നതിനപ്പുറം ഒന്നുമല്ല. ഇത്രയുമാണ് ഇതിലെ ചോദ്യഭാഗത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മൈത്രേയൻ്റെ മറുപടിയിലേക്ക് പോകാം. അതിനു മുൻപ് ഞാൻ മൈത്രേയനിൽ നിന്ന് സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്ന മറുപടി എന്തായിരുന്നു എന്നുകൂടി പറയട്ടെ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യത്തിലെ സെലക്റ്റീവ് അറ്റൻഷൻ ന്യായവൈകല്യത്തെ മൈത്രേയൻ ചൂണ്ടിക്കാണിക്കും, സീറോസം ക്രിട്ടിക് ഓഫ് സ്റ്റേറ്റ് വെൽഫെയർ എന്നത് ഒരു ശരിയായ വിമർശനമല്ല എന്ന് ചൂണ്ടിക്കാണിക്കും, സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതിനെ, ആ പദ്ധതിയുടെ നടത്തിപ്പിനെക്കുറിച്ച് എന്തൊക്കെ വിമർശനങ്ങളുണ്ടായിരുന്നാലും തത്വത്തിൽ സ്വാഗതം ചെയ്യും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെ അപ്പാടെ തകർക്കുന്ന ഒരു മറുപടിയാണ് കേട്ടത്. ചോദ്യത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെ മുഴുവനായി അംഗീകരിച്ചുകൊണ്ട് അതിലെ സമീപനങ്ങളെ തീരെ വിമർശിക്കാതെ ഓടുന്ന വണ്ടിക്കൊരു ഉന്തും കൂടി കൊടുത്തുകൊണ്ടാണ് മൈത്രേയൻ മറുപടി പറഞ്ഞത്. നമുക്കറിയാം, എല്ലായ്പ്പോഴും ഒന്നും അങ്ങനെ ചെയ്യുന്ന ആളല്ല മൈത്രേയൻ. ശരിയല്ലാത്ത ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താക്കളെ വാക് ശരമാരി കൊണ്ട് ചുരുട്ടി കൂട്ടിക്കളയുന്ന മൈത്രേയനെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പക്ഷേ സൗജന്യ ബസ് യാത്രാ പദ്ധതിയെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് ഉന്നയിച്ച എൻ്റെ കാഴ്ചപ്പാടിൽ തീർത്തും തെറ്റായ ആ വിമർശനങ്ങളെ അതേപടി അംഗീകരിക്കുന്ന മൈത്രേയനെയാണ് ഇവിടെ കാണുന്നത്. ആ വീഡിയോ ഭാഗം നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ ഇംഗ്ലീഷിൽ പോപ്പുലസ് എന്ന് പറയും, ജനപ്രിയം എന്ന് പറയുന്ന പദ്ധതികൾ ഇലക്ഷന് വേണ്ടി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു ജനാധിപത്യത്തിൻ്റെയോ അല്ലെങ്കിൽ തുല്യതയോടെയോ ഒരു മാനദണ്ഡം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പദ്ധതികളല്ല. അത് സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പിന്നെ കാണുന്നുണ്ടല്ലോ, അവർ അത് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നുള്ളതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം 2 തരത്തിലെ സ്ത്രീകൾ പഴയ പോലെ തന്നെ തുടരുന്നു എന്നുള്ളത് 75 വർഷം കഴിഞ്ഞു എന്ന് പറയണം ഭരണഘടന ഉണ്ടായിട്ട്. എന്നിട്ട് അങ്ങനെ തന്നെ തുടരുന്ന അവസ്ഥ നിൽക്കുന്നു എന്നുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാനും പറയാനും. അപ്പോൾ ഈ വോട്ടിന് വേണ്ടി ഉള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട്, അതിനകത്ത് പെടുത്തുന്നത്. അതിന് വേറെ മീനിങ് ഒന്നുമില്ല. അല്ല, അതിനകത്ത് ഒരു കണ്ടൻ്റ് ഉള്ളതല്ല. ഇപ്പം നമ്മൾ ഈ സംവരണത്തിന് സീറ്റ് വരുന്നില്ലേ, സീറ്റുകൾ ബസ്സിൽ, ആ സീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ അതിൽ 5-6 സീറ്റല്ലേ ഉണ്ടാകാറുള്ളൂ. നമ്മൾ സ്ത്രീകളുടെ സംവരണ സീറ്റ് എന്ന് പറഞ്ഞ് ബസ്സിനകത്ത് നമ്മൾ കാണുമ്പോൾ 3-6 സീറ്റാണ് സാധാരണഗതിയിലുണ്ടാകുന്നത്.
അത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ല. പക്ഷെ അങ്ങനെയാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നതെന്നേ ഉള്ളൂ. അത് ഗർഭിണിയായ സ്ത്രീകൾക്കും കുട്ടികളുമായി വരുന്നവർക്കും, കാരണം ഇതുണ്ടാക്കുന്ന ബസ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളുമായി സ്ത്രീകൾ മാത്രമേ വരത്തുള്ളായിരുന്നു, പുരുഷന്മാർ ഒരിക്കലും വരത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ വരുമ്പം അവർക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവരണ സീറ്റാണ്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരാണ് ഒരു സ്ഥലത്തിന് അപ്പുറത്തോട്ട് സ്ത്രീകളുടെ സ്ഥലവും ഇപ്പുറത്ത് പുരുഷന്മാരുടെ സ്ഥലവും ആക്കിയത് അവരാണ്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്ക് സംവരണ സീറ്റില്ല, സ്ത്രീകൾക്കും സംവരണ സീറ്റില്ല. സംവരണ സീറ്റുണ്ടെന്ന് പറയുന്നത് ഈ 2 വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ബാക്കി ജനറൽ സീറ്റാണ്, എല്ലാവർക്കും ഇരിക്കാം. അല്ലാതെ ഈ പുറകിലുള്ള സീറ്റുകൾ പുരുഷന്മാരുടെ സീറ്റല്ല, അത് മനുഷ്യരെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇരിക്കുന്നതാണ്. മറ്റേത് ഈ പറയുന്നവർക്ക് ഗർഭിണിയാകുന്ന പുരുഷന്മാരില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി, കുട്ടികളുമായിട്ട് വരുന്നവർക്കും വേണ്ടി മാത്രമാണ് നമ്മളിതൊക്കെ വെക്കുന്നത്. എങ്ങനെയാണ്, എന്ത് ക്രൈറ്റീരിയ ആണെന്നുള്ളത് കാണാതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ ബൊൺസായി പോലെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറക്കി വിടാതെ സ്വന്തമായി നിലനിൽക്കാൻ അവകാശമില്ലാതാക്കി സ്ത്രീധനം മാത്രം കൊടുത്ത് സ്വത്ത് കൊടുക്കാതെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റി വേറെടുത്ത് താമസിപ്പിക്കുന്ന സംവിധാനം നിന്നിരുന്ന കാലത്തുണ്ടാക്കിയതാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ. ഇത് മാറ്റാനാണ് നമ്മൾ, സ്ത്രീ ആയത് കാരണം കൊണ്ട് 1.5 വോട്ടില്ലല്ലോ, അങ്ങനല്ലല്ലോ. അപ്പോൾ ഭരണഘടനാപരമായിട്ട് എല്ലാവരും തുല്യരാണ്. ആ തുല്യരായിരിക്കുന്ന ആളുകൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്ന ചില മെഷേഴ്സിനെയാണ് നമ്മൾ സംവരണം എന്ന് പറയുന്നത്. നേരത്തെ എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഭരണഘടന അങ്ങോട്ട് പ്രഖ്യാപിച്ചു, എല്ലാവരും പൗരന്മാരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് അതിൻ്റെ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൗരനാകാൻ വേണ്ടിയുള്ള അറിവോ കഴിവോ ഇല്ലാതിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഭരണഘടന കൊണ്ടുവരുന്നത്. ആ സമയത്ത് അങ്ങനത്തെ വിദ്യാഭ്യാസം നേടിയിട്ടില്ല, പൗരബോധം ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഇപ്പോൾ ആദിവാസികൾ എന്ന് നമ്മൾ വിളിക്കുന്നവരും ഇന്ത്യക്കകത്താണ്, പക്ഷെ അവർക്ക് ആർക്കെങ്കിലും ഇന്ത്യ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ സവിശേഷമായിട്ടുള്ള സംവരണങ്ങൾ കൊടുത്ത് ഈ പറയുന്ന പൗരബോധം ഉണ്ടാക്കുന്നത് കാലം വരെ എന്നുള്ളതാണ് ഈ സംവരണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സ്ത്രീകൾക്ക് ഈ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് യാതൊരു മീനിങ്ങും ഇല്ലാതെ ഈ വോട്ട് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് പറയുന്ന ഒരു സാധനമാണ്. അത് ഈ ജനാധിപത്യ പ്രവർത്തനമായ ഒരു ബന്ധവുമില്ല, വോട്ട് പിടിക്കാനായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് സാമ്പത്തികമായിട്ട് തന്നെ അതിന് കഴിയാത്ത കാരണം കൊണ്ട് കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ കാണാമല്ലോ, എല്ലാ ഓർഡിനറി ബസ്സും ഫാസ്റ്റായി മാറിപ്പോയി. സ്ത്രീകൾ ഒരു ബസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാത്തു നിന്ന് ജീവിതം പാഴായി പോകുന്നിടത്ത് എത്തിപ്പോയി. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. അതിന് ജനാധിപത്യമായിട്ടോ നമുക്ക് സമത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിനോ അല്ലെങ്കിൽ സോഷ്യലിസം നമ്മൾ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനമായിട്ട് ഒരു ബന്ധവും അതിനില്ല. അതിന് വേറെ മീനിങ് ഒന്നുമില്ല. വോട്ട് കഴിഞ്ഞ് ചെയ്യാൻ ശ്രമിച്ച് പരാജയം അടഞ്ഞ് അത് ആളുകളങ്ങ് മറന്നു പോവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഇലക്ഷന് മാത്രം പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സൗജന്യമായി കിട്ടിയാൽ എല്ലാവരും ഇപ്പോഴും സൗജന്യമായി കിട്ടിയ അമ്പലത്തിൽ പോയി ചോറ് തിന്നുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ദരിദ്രവാസികളാണ് നമ്മൾ. പോക്കറ്റിലൊക്കെ പൈസയൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിൽ വളർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചുമ്മാ കിട്ടുന്നതെന്ന് കണ്ടാൽ അവിടെ എല്ലാം പോകുന്നവരാണ്. അതുകൊണ്ട് ആളുകൾ കുറേ പോകും. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. എവിടെയും കഞ്ഞി വീഴ്ത്തെന്നൊക്കെ പണ്ട് പറയുന്നത് കഴിഞ്ഞാൽ ദരിദ്രനാരായണ പൂജ ഇതൊക്കെ പണ്ടേ ചെയ്യുന്നതാണ്. ഇതൊക്കെ അപമാനകരമാണെന്ന് അനുഭവിക്കണമെങ്കിൽ, അന്തസ്സുള്ള മനുഷ്യരാകണമെങ്കിൽ പൗരബോധമുള്ളവരായി മാറിയാലേ നമുക്കത് വേണ്ടാന്ന് തീരുമാനിക്കാനൊക്കെ. പക്ഷെ വെറുതെ കിട്ടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അത് എടുക്കാൻ പോകും എന്നുള്ളത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അന്യരാജ്യങ്ങളിലെല്ലാം റോഡിൻ്റെ സൈഡിൽ അവർക്ക് വേണ്ടാത്തത് റോഡിൽ വയ്ക്കുക, ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കൊണ്ടുപോയിക്കട്ടെ. പക്ഷേ ആ ആൾ അവിടെ ചെന്ന് അത് എടുക്കുന്നത് 90% നമ്മളെപ്പോലെ ഇവിടുന്ന് പോകുന്ന ആൾക്കാരാണ് അതെല്ലാം എടുക്കുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. അപ്പം ദാരിദ്ര്യമുള്ള മനുഷ്യരുടെ അവരുടെ ബോധരൂപീകരണത്തിൽ തന്നെ ദരിദ്രരായിപ്പോകും. വ്യക്തിപരമായിട്ട് ഞാനൊരു ധനമുള്ള വീട്ടിലെ ജനിച്ചതാണെങ്കിലും വളർന്നത് ദരിദ്രനായിട്ട്. അമ്മയൊക്കെ ഇങ്ങനെ തീരെ
അന്ന് ദാരിദ്ര്യമാണ് ലോകത്ത് മുഴുവനുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിങ്ങനെ ഒരു കൊള്ളാവുന്നൊരു സാധനം അങ്ങോട്ട് എടുക്കാൻ തോന്നത്തില്ല. ഇപ്പോൾ കടയിലൊക്കെ ചെന്ന് പച്ചക്കറിയൊക്കെ ഇരിക്കുന്നതാണ് നല്ല അവർ തിരിഞ്ഞു വെച്ചിരിക്കുന്ന അത് തൊടാതെ ഇപ്പുറത്തുള്ളതിനകത്തൊന്ന് തിരക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന അത് നമുക്ക് ഒരു കുറ്റബോധം തോന്നും, അതൊക്കെ അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റാവുമെന്നുള്ളത്. അതുകൊണ്ട് ഈ കംഫർട്ടെന്ന് പറയുന്നത് തന്നെ മര്യാദഘട്ട ജീവിതം നയിക്കുന്നവർ നടത്തുന്നതായിട്ട് തോന്നുന്ന തരത്തിൽ നമ്മളായിപ്പോയവരാണ്. അപ്പോൾ അതൊക്കെ ലോകത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ ഈ ആളുകളെ സംഘടിപ്പിക്കാനും ഇണക്കാനും അവരെ ഉപയോഗിക്കാനും അറിയാവുന്ന തന്ത്രജ്ഞരായ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഈ ദാനം പറയുന്നത്. മൈത്രേയൻ്റെ മറുപടിയിൽ ആദ്യം പറയുന്നത്, ഇത് ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്, യാതൊരു മീനിങ്ങുമില്ലാത്ത ഒരു പദ്ധതിയാണ്, യാതൊരു കണ്ടൻറ്റും ഇല്ലാത്ത പദ്ധതിയാണ്, ഇതിന് ജനാധിപത്യ പ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ല എന്നൊരു വാദമാണ്. ഇതിലെത്രത്തോളം ശരിയുണ്ട്? ഒരു കാര്യം തീർച്ചയാണ്, ഈ പരിപാടി UDFകാർ അവരുടെ ഇലക്ഷൻ വാഗ്ദാനമായി അവതരിപ്പിച്ചത് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടണം, അധികാരത്തിൽ വരണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അവരവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വെക്കുക, അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കുക എന്ന് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യം. അത് ചെയ്യേണ്ടതുമാണ്. ജനങ്ങൾക്ക് ആ പരിപാടികൾ സ്വീകാര്യമായി തോന്നുന്നുവെങ്കിൽ ആ പാർട്ടിക്ക് അവർ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കും. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ സ്വാഭാവിക രീതിയാണ്. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഒരു പരിപാടി ജനപ്രിയമായി, അതിൻ്റെ പേരിൽ അത് അവതരിപ്പിച്ചവർക്ക് കൂടുതൽ വോട്ട് കിട്ടി എന്നതുകൊണ്ട് മാത്രം ആ പദ്ധതി ഒരു മോശം പദ്ധതി ആവുന്നില്ല. ഇവിടെ മൈത്രേയൻ പറയുന്നത് ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയിൽ യാതൊരു കണ്ടൻറ്റുമില്ല, യാതൊരു മീനിങ്ങുമില്ല എന്നതാണ്. ആ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് എൻ്റെ ബോധ്യം. എന്താണ് എൻ്റെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിശദീകരിക്കാം. സ്ത്രീകൾക്ക് പൊതുമേഖലാ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുക എന്ന പദ്ധതി നമുക്കറിയാം 2019 മുതൽ ഡൽഹിയിൽ നടന്നു വരുന്ന ഒരു പദ്ധതിയാണ്. ആ കാലത്ത് ഇന്നിപ്പോൾ മൈത്രേയൻ പറയുന്നത് പോലെ ഇത് ഫ്രീ ബി പോപ്പുലിസമാണ് എന്ന് പല പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരും അതിനെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതേ പദ്ധതി നടപ്പിൽ വരുന്നതാണ് കാണുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ 2021 മുതൽ ഈ പദ്ധതി നടന്നു വരുന്നുണ്ട്. ഇത്രയും കാലമായി നടന്നു വരുന്ന ഈ പദ്ധതികളെക്കുറിച്ച് അനേകമായ അക്കാദമിക് പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. മൈത്രേയൻ പറയുന്നതിന് വിരുദ്ധമായി ഈ പദ്ധതിയിൽ കണ്ടൻ്റുണ്ട്, മീനിങ് ഉണ്ട് എന്ന് തന്നെയാണ് ആ പഠനങ്ങളിൽ നിന്ന് കാണുന്നത്. എൻ്റെ കണ്ണിൽപ്പെടാനിടയായ ഏതാനും പഠനങ്ങളുടെ ലിസ്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി കാണിക്കുന്ന ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഡൽഹിയിൽ 2019 മുതൽ നടപ്പിലായിട്ടുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയെക്കുറിച്ച് 5 വർഷം അത് നടന്നതിന് ശേഷം 2024 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്നുള്ള ചിത്രമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 5 വർഷം പദ്ധതി നടന്ന ശേഷം എന്നത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് അപ്രായോഗികമാണ്, സാമ്പത്തികമായിട്ട് അതിന് കഴിയില്ല എന്നൊരു വാദം മൈത്രേയൻ പറയുന്നത് കൊണ്ടാണ്. ഡൽഹിയിൽ നടക്കും, തമിഴ്നാട്ടിൽ നടക്കും, പക്ഷേ കേരളത്തിൽ നടക്കില്ല എന്ന് പറയുന്നതിൽ വലിയ കഥയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റൈഡിംഗ് ദ ജസ്റ്റിസ് റൂട്ട്, അസസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്രീ ബസ് ട്രാവൽ ഓൺ പ്രോഗ്രസ് ടുവേർഡ് ജെൻഡർ ജസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻ ഡൽഹി എന്നാണ് ഞാൻ ഈ ചിത്രം എടുത്തിട്ടുള്ള ഈ പഠനത്തിൻ്റെ ടൈറ്റിൽ. നീതിമാർഗത്തിലൂടെയുള്ള യാത്ര, ഡൽഹിയിൽ ലിംഗനീതിയുള്ള പൊതുഗതാഗതത്തിലേക്കുള്ള പുരോഗതിയിൽ സൗജന്യ ബസ് യാത്രാ പദ്ധതി ചെലുത്തുന്ന സ്വാധീനം എന്ന് ആ ടൈറ്റിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകയായിട്ടുള്ള അർച്ചന സിംഗ്, IIT ഡൽഹിയിലെ ഒരു ഗവേഷകനായിട്ടുള്ള നിശാന്ത്, ഇവരാണ് ഈ പഠനത്തിൻ്റെ ഓതേഴ്സ്. പഠനം നമുക്ക് ഓൺലൈനായിട്ട് ലഭ്യമാണ് കേട്ടോ. സ്ത്രീകൾ സൗജന്യ യാത്രയുള്ള ബസ് കാത്തു നിന്ന് അവരുടെ ജീവിതം പാഴായിപ്പോകുന്നിടത്ത് എത്തി എന്നൊക്കെ മൈത്രേയൻ വിലയിരുത്തുന്നത് നമ്മൾ കേട്ടല്ലോ. 2026 ജൂൺ 15 മാത്രം നടപ്പിലായ ഒരു പദ്ധതിയെക്കുറിച്ച് കൃത്യം ഒരാഴ്ച തികയുന്ന ജൂൺ 21 ഇത്ര കടുത്തൊരു വിധി പ്രസ്താവം മൈത്രേയൻ നടത്തുന്നതെന്ന് ഓർക്കണം. ഏതായാലും 5 വർഷം സൗജന്യയാത്രാ ആനുകൂല്യത്തിൻ്റെ ഗുണഭോക്താക്കളായിരുന്ന ഡൽഹിയിലെ സ്ത്രീകളുടെ സ്വയം വിലയിരുത്തൽ ഈ കാര്യത്തിൽ എന്താണ് എന്നതാണ് ഞാനിവിടെ എടുത്തു കാണിക്കുന്ന ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത്.
വിമൻസ് സെൽഫ് അസസ്മെൻറ്റ് ഓഫ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫെയർ ഫ്രീ ബസ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. ആക്സസ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്. 80% സ്ത്രീകളും അവർക്ക് ഇപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് വർദ്ധിച്ചു എന്നാണ് അഭിപ്രായപ്പെട്ടത്. ആക്സസ് ടു ലിഷർ. വിനോദത്തിനായുള്ള അവസര ലഭ്യത കൂടി എന്നാണ് 84% സ്ത്രീകൾ വിലയിരുത്തുന്നത്. കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക, അമ്പലത്തിൽ പോവുക, സ്മാരകങ്ങളും പാർക്കുകളും സന്ദർശിക്കുക എന്നതൊക്കെ നേരത്തെ ഒരു ആർഭാടമായിരുന്നു. കാരണം യാത്രക്കൂലി എന്നത് ഒരു പ്രധാന വിഷയമാണ്. സാറ എന്ന ഒരു ഡൊമസ്റ്റിക് വർക്കർ പറഞ്ഞൊരു വാചകം ഈ പഠനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതിന് യാത്രക്കൂലി ഇനത്തിൽ ലാഭമാകുന്ന തുകയിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വല്ലതും പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ആദ്യത്തെ കടമ്പ യാത്രാ ചെലവ് എങ്ങനെ കണ്ടെത്താം എന്നതായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഗ്രാഫ് വരുന്ന ആ പഠന ഭാഗത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തൊരു ഉദ്ധരണി എനിക്ക് വളരെ ഹൃദയസ്പർശിയായി അനുഭവപ്പെട്ടു. അബ് ബാഹർ ജാനെ സെ പഹലെ സോച്ന നഹി പഡ്താ. വി ഡോണ്ട് ഹാവ് ടു തിങ്ക് ട്വൈസ് ബിഫോർ ഗോയിങ് ഔട്ട് എനിവെയർ. ഓരോ തവണയും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പേഴ്സിലെ നോട്ടുകളും ചില്ലറയും എണ്ണി തിട്ടപ്പെടുത്തി തികയുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന നിസ്വരായ സ്ത്രീകൾ ഈ പദ്ധതിക്ക് മീനിങ്ങും കണ്ടൻറ്റും ഉള്ളതായി സ്വയം വിലയിരുത്തുന്നു. അതും 5 വർഷത്തെ അനുഭവത്തിന് ശേഷം എന്നാണ് നമ്മൾ കാണുന്നത്. അബ് ബാഹർ ജാനെ സെ പഹലെ സോച്ന നഹി പഡ്താ. ഈ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാനാവുന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് മാനവികതയുടെ പക്ഷത്തല്ല, ആധുനികതയുടെ പക്ഷത്തല്ല, ജനാധിപത്യത്തിൻ്റെ പക്ഷത്തുമല്ല. സോറി ടു സേ ദിസ്. കഴിഞ്ഞ 10-40 കൊല്ലമായി പാർശ്വവൽകൃതയുടെ പക്ഷത്ത്, ജനാധിപത്യത്തിൻ്റെയും തുല്യതയുടെയും മനുഷ്യാവകാശങ്ങളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് പല പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് മൈത്രേയൻ. എന്നാൽ ഇവിടെ അദ്ദേഹം തൻ്റെ പൂർവ്വകാല നിലപാടുകൾക്കെല്ലാം വിരുദ്ധമായ ഒരു അഭിപ്രായമാണ് സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര എന്ന വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിലെ തൻ്റെ നിലപാട് അദ്ദേഹം പുനഃപരിശോധിച്ചേക്കും എന്നൊരു പ്രത്യാശ എനിക്കിപ്പോഴുമുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ നമ്മുടെ ചർച്ചയിലേക്ക് തിരിച്ചു പോവാം. 3ാമത്തെ പോയിൻ്റ്, ആക്സസ് ടു വർക്ക് ഓർ എഡ്യൂക്കേഷൻ. ജോലിസ്ഥലത്തേക്കോ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ പോകാനുള്ള സൗകര്യം അതുകൂടി എന്നാണ് റോഷ്നി എന്ന ഒരു വനിത അവർ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെക്കുറിച്ച് പറയുന്നൊരു ഉദ്ധരണി ഈ പഠനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ യാത്രാക്കൂലി 30 രൂപയായിരുന്നു. തൻ്റെ വീട്ടുകാർക്ക് അതൊരു വലിയ തുകയായിരുന്നതുകൊണ്ട് ചില ദിവസങ്ങളിൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ബസ് യാത്ര സൗജന്യമായതോടെ യാത്ര എളുപ്പമായി എന്നവർ പറയും. 4ാമതായി ഈ ഗ്രാഫിൽ കാണിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ബസ് യൂസ് എന്നുള്ളതാണ്. സ്ത്രീകൾ ബസ്സുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട്. 88% സ്ത്രീകളും തങ്ങൾ ബസ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. വേസ്റ്റ് എടുക്കുന്ന തൊഴിൽ ചെയ്യുന്ന ഹിന എന്ന ഒരു വനിതയുടെ പ്രതികരണം ഈ പഠനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് അവർ പറഞ്ഞത്. എൻ്റെ ഭർത്തൃ സഹോദരി അടുത്തിടെ GB പന്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓരോ ദിവസവും 4-5 തവണ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വന്നു. യാത്ര സൗജന്യമായതുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ എൻ്റെ എല്ലാ യാത്രയും ബസ്സിലാണ്. മാർക്കറ്റിൽ പോവുക തുടങ്ങിയ ചെറിയ യാത്രകൾ പോലും ബസ്സിലാണ് എന്നാണ് അവർ പറയുന്നത്. എല്ലാ യാത്രയും ബസ്സിലാണ്, ചെറിയ യാത്രകളടക്കം എന്ന് പറഞ്ഞ ആ കാര്യമാണ് ഇനി വരുന്ന 5ാമത്തെ ഗ്രാഫിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഹാവിങ് നോട്ട് ടു വാക്ക് ടു ലോങ്. വളരെ കൂടുതൽ നടക്കേണ്ടി വരിക എന്ന അവസ്ഥയിൽ മാറ്റമുണ്ടായി എന്ന് 87% സ്ത്രീകൾ വിലയിരുത്തുന്നുണ്ട്. ഈ പഠനത്തിൻ്റെ 23ാം പേജിൽ ഒരു സെക്ഷൻ്റെ തലക്കെട്ട് ബിയോണ്ട് ദ റൈഡ്, ഇൻഡിപെൻഡൻസ്, കോൺഫിഡൻസ് ആൻഡ് മോർ. യാത്രക്കുമപ്പുറം സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, അതിൽ കൂടുതലും എന്ന് അതിനെ തർജ്ജമ ചെയ്യാം. ആ തലക്കെട്ടിന് താഴെ ഡൽഹിയിലെ ഒരു വനിത പറഞ്ഞ ഒരു വാചകം ഉദ്ധരിച്ചിട്ടുണ്ട്. പഹലെ അക്കേലെ ബാഹർ നഹി ജാ പാത്തി ഥി, അബ് സീഖ് ഗയി ഹൂം. അബ് സീഖ് ഗയി ഹൂം. നേരത്തെ ഒറ്റയ്ക്ക് എനിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല, ഇപ്പോൾ ഞാനത് പഠിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനത് പഠിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. 2026 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചൊരു പേപ്പറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഡസ് ഫ്രീ ട്രാവൽ ഫോർ വിമൻ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മേക്ക് ദം മോർ ഇൻക്ലൂസീവ്, എൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ജെൻഡേർഡ് സബ്സിഡി ഇനീഷ്യേറ്റീവ് ഇൻ ഇന്ത്യ എന്നതാണ് അതിൻ്റെ ടൈറ്റിൽ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വാസ്തവ് രാത്ര, ബിറ്റ്സ് പിലാനി ഹൈദരാബാദിലെ ഋഷികുമാർ, ഇവരാണ് അതിൻ്റെ ഓതേഴ്സ്.
ഈ പേപ്പറിൻ്റെ കൺക്ലൂഷൻ ഭാഗത്ത് നിന്ന് ഒരൊറ്റ വാചകം മാത്രം ഞാനിവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ തർജ്ജമ ഞാൻ വായിക്കാം. ദശലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഡൽഹി ഗവൺമെൻറ് നടപ്പിലാക്കിയ സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ഫലമായി സന്ധ്യാസമയങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ശരാശരി യാത്ര ചെയ്യുന്ന ദൂരം വർദ്ധിച്ചതായി അനുമാനിക്കുന്നു. രക്ഷിതാവായി ഒരു കുടുംബാംഗത്തോടൊപ്പം സഹയാത്ര ചെയ്യുന്നത് കുറഞ്ഞതായും കാണുന്നു. അബ് സീഖ് ഗയി ഹൂം എന്ന ആ വാക്യത്തിൻ്റെ അക്കാദമിക് വിപുലീകരണവും സാധൂകരണവുമാണ് ഈ വാചകം എന്ന് പറയാം. എൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകളുടെ ജീവിതം കുറേ കൂടി സ്വതന്ത്രവും ആധുനികവും മനുഷ്യോചിതവുമാക്കാൻ ഈ സർക്കാർ പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ ഉടനെ മൈത്രേയൻ അതിനെക്കുറിച്ച് വിധി പറഞ്ഞത് വളരെ വ്യത്യസ്തമായിട്ടാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടു. സ്ത്രീകൾ ഒരു ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാത്തുനിന്ന് ജീവിതം പാഴായി പോകുന്നിടത്ത് എത്തിപ്പോയി എന്നാണ് ജൂൺ 15 നടപ്പായ പദ്ധതിയെക്കുറിച്ചിട്ട് ജൂൺ 21 മൈത്രേയൻ വിലയിരുത്തുന്നത്. തീർച്ചയായും ഇത് വളരെ തിരക്ക് പിടിച്ചുള്ളൊരു വിധി കൽപ്പിക്കലാണ്, ഒരു മുൻവിധി ആണ് എന്ന് തന്നെ പറയാം. 7 വർഷമായി മറ്റ് സ്ഥലങ്ങളിൽ നിലവിലുള്ള ഈ പദ്ധതിയെക്കുറിച്ച് പല നിലക്കും ധനാത്മകമായ പോസിറ്റീവായ വിലയിരുത്തലുകളാണ് പല പഠനങ്ങളിലും കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് നിർബന്ധമായും ഇത് കേരളത്തിൽ വിജയിക്കുമെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ വിലയിരുത്തപ്പെട്ട സ്ഥലങ്ങളിലേതുപോലെ തന്നെ 5 or 7 കൊല്ലമൊക്കെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് തീർത്തു പറയാൻ പറ്റൂ. പക്ഷേ തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിലൊരു കണ്ടൻറ്റുമില്ല, ഇതിലൊരു മീനിങ്ങുമില്ല, സ്ത്രീകളുടെ ജീവിതം പാഴായി പോകുന്നു എന്നൊക്കെ ആരോപിക്കുന്നത് അന്യായമാണ്. അത് കേവലം ഒരു മുൻവിധി മാത്രമാണ്. മൈത്രേയൻ ഈ വിഷയത്തിൽ മുൻവിധി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതിൻ്റെ വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: സാമ്പത്തികമായിട്ട് അതിന് കഴിയാത്ത കാരണം കൊണ്ട് കള്ളത്തരം കാണിക്കുന്നു. നമുക്കിങ്ങനെ കാണാമല്ലോ, എല്ലാ ഓർഡിനറി ബസ്സും ഫാസ്റ്റായി മാറിപ്പോയി എന്നാണ് പറയുന്നത്. എല്ലാ ഓർഡിനറി ബസ്സും ഫാസ്റ്റായി മാറിപ്പോയി എന്ന ആരോപണം വാസ്തവത്തിൽ ഒരു ഫേക്ക് ന്യൂസാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി ബസ്സും സിറ്റി ഫാസ്റ്റ് ബസ്സും ഒരേ നിറത്തിലായതുകൊണ്ട് അത് വേർതിരിച്ചറിയാനായി സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു എന്നതാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിക്കാനിടയായത്. ജൂൺ 16 തന്നെ KSRTC ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയതുമാണ്. അത് സംബന്ധിച്ച് ജൂൺ 16 വന്ന വാർത്തയിൽ ഒരു വാചകം ഇതാണ്: പ്രിയദർശിനി പദ്ധതി നിലവിൽ വരുന്നതിന് മുൻപ് ഓർഡിനറി വിഭാഗത്തിലുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്ന് KSRTC പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ വസ്തുത ഇങ്ങനെയല്ല എന്നതിന് നമുക്ക് യാതൊരു തെളിവുമില്ല. എന്നിട്ടും ജൂൺ 21 മൈത്രേയൻ ഇതേ ആരോപണം തുടർന്ന് ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുൻവിധിയോടെയാണ് മൈത്രേയൻ നിലപാടെടുക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം. മൊത്തം KSRTCക്കുള്ള 5662 ബസ്സുകളിൽ 3125 ബസ്സുകൾ ഓർഡിനറി ആണെന്നാണ് പറയുന്നത്. അതൊക്കെ ഓർഡിനറിയായി നിലനിർത്തുന്നുണ്ടെന്നാണ് KSRTC അവകാശപ്പെടുന്നത്. എല്ലാ ഓർഡിനറി ബസ്സും ഫാസ്റ്റായി മാറിപ്പോയി എന്ന് മൈത്രേയൻ പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ മറുപടി ഭാഗത്ത് മൈത്രേയൻ പറയുന്ന ഭാഗങ്ങളെക്കുറിച്ച് കടുത്തൊരു വിശേഷണം പറയേണ്ടി വരുന്നതിൽ മൈത്രേയനും എൻ്റെ ശ്രോതാക്കളും എന്നോട് ക്ഷമിക്കുക. അപലപനീയം എന്നൊരു വാക്ക് ഞാൻ പറയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഇല്ലെങ്കിലും ആ ഭാഗം അപലപനീയമാണ് എന്ന് പറയാതെ വയ്യ. ഞാൻ ആ കാര്യം വിശദീകരിക്കാം. യാതൊരു കണ്ടൻറ്റുമില്ലാത്ത, യാതൊരു മീനിങ്ങുമില്ലാത്ത ഈ പദ്ധതി കേവലം വോട്ട് തട്ടിയെടുക്കാനായി രാഷ്ട്രീയക്കാർ കൊണ്ടുവന്നതാണ് എന്ന് മൈത്രേയൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്നതിൽ രാഷ്ട്രീയക്കാർ വിജയിക്കുന്നത്? അതിനെക്കുറിച്ചിട്ടൊരു മനഃശാസ്ത്ര സിദ്ധാന്തമാണ് മൈത്രേയൻ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദാരിദ്ര്യമുള്ള മനുഷ്യരുടെ അവരുടെ ബോധരൂപീകരണത്തിൽ തന്നെ ദരിദ്രരായി പോകും. അവർ ദരിദ്രരായി പോകും. ഈ ആളുകളെ അതായത് ഈ ബോധരൂപീകരണത്തിൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, ഈ ആളുകളെ സംഘടിപ്പിക്കാനും ഇണക്കാനും അവരെ ഉപയോഗിക്കാനും അറിയാവുന്ന തന്ത്രജ്ഞരായ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഈ ദാനം എന്നുള്ള വാക്കാണ് പറയുന്നത്. ഈ ദാനം വേറൊന്നുമല്ല എന്നാണ്. ഫ്രീബി പോപ്പുലിസമായിട്ട് അദ്ദേഹം കാണുന്ന, അപ്രായോഗികമാകയാൽ ഉടനെ തന്നെ മുടങ്ങാൻ പോകുന്നതായി അദ്ദേഹം വിവരിക്കുന്ന ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി അവതരിപ്പിക്കപ്പെടുകയും ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഞാനും നിങ്ങളും മൈത്രേയനും അടക്കമുള്ള ഈ സമൂഹത്തിൻ്റെ ബോധരൂപീകരണത്തിൽ ദാരിദ്ര്യത്തിനുള്ള പങ്കാണ് ആ കാരണം എന്നാണ് മൈത്രേയൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ലോ.
ഇപ്പോഴും സൗജന്യമായി കിട്ടിയാൽ അമ്പലത്തിൽ പോയി ചോറ് തിന്നുന്നവരാണ് നമ്മൾ. ദരിദ്രവാസികളാണ് നമ്മൾ. പോക്കറ്റിലൊക്കെ പൈസയൊക്കെ ഉണ്ടാവും, എന്നാലും യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിൽ വളർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചുമ്മാ കിട്ടുന്നുവെന്ന് കണ്ടാൽ അവിടെയെല്ലാം പോകുന്നവരാണ്. അതുകൊണ്ട് ആളുകൾ കുറേ പോവും. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഈ പറയുന്നത് എൻ്റെ സുഹൃത്ത് ബാൻശ്രീയുടെ ശൈലിയിൽ പറഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. മൊത്തം പ്രശ്നമാണ്. ചിലതൊക്കെ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. അമ്പലത്തിലെ അന്നദാനത്തെയും സംസ്ഥാന ബജറ്റിൽ വകയിരുത്തി പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കി നൽകുന്ന യാത്രാ സൗജന്യത്തെയും താരതമ്യപ്പെടുത്തുന്നത് ഒരു കാറ്റഗറി മിസ്റ്റേക്കാണെന്ന് പറയും. അമ്പലത്തിലെ അന്നദാനം എന്നത് ഒരു ആക്ട് ഓഫ് ചാരിറ്റിയാണ്. അതേസമയം പൗരന്മാരിൽ വിവേചനം അനുഭവിക്കുന്ന പിന്നോക്ക നിലയിലുള്ള ഈ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചില കണക്കുകൾ നേരത്തെ പറഞ്ഞല്ലോ. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യവും മിസ് മേയോ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു വിഭാഗത്തിന് അനുവദിക്കുന്ന ഒരു സിവിക് എൻടൈറ്റിൽമെൻറ്റ് ആണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. അതൊരു ആക്ട് ഓഫ് ചാരിറ്റി അല്ല, ഒരു സിവിക് എൻടൈറ്റിൽമെൻറ്റാണ്. അത് ഈ ജനവിഭാഗത്തിന് പ്രയോജനകരമാണ്, സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ പ്രയോജനകരമാണ് എന്നതിനെക്കുറിച്ച് അനേകമായ പഠനങ്ങളുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും സ്വീകരിക്കുക എന്നത് ഒരേ മാനസികാവസ്ഥയുടെ പ്രകാശനമാണ് എന്ന വിചിത്രമായ സിദ്ധാന്തം ഉന്നയിക്കുകയാണ് ഇവിടെ മൈത്രേയൻ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല. സ്റ്റേറ്റ് നൽകുന്ന ഈ അവകാശമാണിത്. അത് അർഹതപ്പെട്ട ഓരോ സ്ത്രീയും അഭിമാനത്തോടെയും അവകാശബോധത്തോടെയും സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പൊതുവെ ഭൂരിപക്ഷം സ്ത്രീകളും അതങ്ങനെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ അഭിമാനത്തോടെ ആ സൗകര്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ന്യൂറോ സർജനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ അധ്യാപകനുമായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ ജൂൺ 18-ാം തീയതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പല വിഷയങ്ങളെ സംബന്ധിച്ചും പ്രസക്തമാണെന്നതുകൊണ്ട് ആ പോസ്റ്റ് ഇവിടെ പൂർണ്ണമായി വായിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാരുകസേര സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് ജീവിത പാഠത്തിലേക്ക് എന്നാണ് ഇക്ബാൽ സാറിൻ്റെ ആ പോസ്റ്റിൻ്റെ തലക്കെട്ട്. പോസ്റ്റ് ഞാൻ വായിക്കാം. സ്ത്രീകളുടെ ചലനാത്മകത വർദ്ധിപ്പിക്കാനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്ന പ്രിയദർശിനി വനിതാ സൗജന്യ ബസ് യാത്രാ പദ്ധതിയെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നിരുന്നാലും സംസ്ഥാന ആസൂത്രണ ബോർഡിലെ മുൻ അംഗമെന്ന നിലയിൽ ഇതിനകം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള ഫ്രീബീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള സൗജന്യക്ഷേമ പദ്ധതികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുമോ എന്ന ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ചിലപ്പോൾ ജീവിതം തന്നെ കണക്കുകൂട്ടലുകളെക്കാളും സാമ്പത്തിക യുക്തികളെക്കാളും ശക്തമായ പാഠങ്ങൾ നമുക്ക് നൽകും. അത്തരമൊരു അനുഭവം എനിക്ക് വീട്ടിനുള്ളിൽ നിന്ന് തന്നെ ലഭിച്ചു. ഞങ്ങളുടെ വീട്ടിലും സമീപത്തുള്ള ബന്ധുവീട്ടിലും ജോലിക്കെത്തുന്ന സീമ ഇന്ന് വലിയ സന്തോഷത്തിലാണ് രാവിലെ എത്തിയത്. സൗജന്യ ബസ് യാത്രയുടെ ടിക്കറ്റ് അവർ വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും, ആ വാക്ക് ഞാൻ അടിവരയിടുകയാണ്, വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങളെ കാണിച്ചു. ആ ടിക്കറ്റിന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രാരേഖയുടെ പ്രാധാന്യം മാത്രമല്ല ഉണ്ടായിരുന്നത്, അത് അവരുടെ ജീവിതത്തിലെ ചെറുതെങ്കിലും അവഗണിക്കാനാവാത്ത സാമ്പത്തിക മോചനത്തിൻ്റെ പ്രതീകമായിരുന്നു. വീട്ടുജോലിയിൽ നിന്ന് സീമക്ക് പ്രതിമാസം ലഭിക്കുന്നത് ഏകദേശം 12,000 രൂപയാണ്. അതിൽ 3,500 രൂപ യാത്രാ ചിലവിനായി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. അതായത് അവരുടെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 1/4 യാത്രക്കായി ചിലവാകുകയായിരുന്നു. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ ആ തുക കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാവും. അവരുടെ ജീവന നിലവാരത്തിലും കുടുംബ ബജറ്റിലും അതുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. പൊതുനയങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും സാമ്പത്തിക കണക്കുകളും ബജറ്റ് ബാലൻസുകളും മാത്രം നോക്കാറുണ്ട്. എന്നാൽ ആ കണക്കുകൾക്കപ്പുറം ദിവസേന അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളും കാണേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ മൂല്യം സർക്കാർ ചിലവഴിക്കുന്ന തുകയിലല്ല, അത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന അന്തസ്സിലും ആത്മവിശ്വാസത്തിലും സാമ്പത്തിക ആശ്വാസത്തിലുമാണ് പ്രതിഫലിക്കുന്നത്. ഈ വാചകം ഒരിക്കൽ കൂടി വായിക്കാം. ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ മൂല്യം സർക്കാർ ചിലവഴിക്കുന്ന തുകയിലല്ല, അത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന അന്തസ്സിലും ആത്മവിശ്വാസത്തിലും സാമ്പത്തിക ആശ്വാസത്തിലുമാണ് പ്രതിഫലിക്കുന്നത്.
സൗജന്യ ടിക്കറ്റുമായുള്ള സീമയുടെ ചിത്രം അവരുടെ സമ്മതത്തോടെ ഇവിടെ പങ്കുവെക്കുന്നു. ആ ടിക്കറ്റിൽ ഞാൻ കണ്ടത് യാത്രാ അവകാശം മാത്രമല്ല, ജീവിതം കുറച്ചുകൂടി സുരക്ഷിതമാകും എന്ന പ്രതീക്ഷയുടെ ഇളം പുഞ്ചിരി കൂടിയാണ്. ഇതാണ് ഇക്ബാൽ സാറിൻ്റെ പോസ്റ്റ്. ഈ സൗജന്യ ബസ് യാത്രയുടെ ടിക്കറ്റ് അവർ വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങളെ കാണിച്ചു എന്ന വാചകം നമ്മൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ബസ്സിലെ സൗജന്യം വാങ്ങുന്നവർ അഭിമാനമില്ലാത്തവർ എന്ന വീഡിയോവിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൈത്രേയനും ജൂൺ 21-ാം തീയതി ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചവരുമൊക്കെ അഭിമാനമില്ലാത്തവർ എന്ന് അവമതിച്ചാലും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇതിനെ സ്വീകരിക്കുന്നത് അഭിമാനപൂർവ്വമാണ് എന്നാണ് നമ്മൾ കാണുന്നത്. പോക്കറ്റിലൊക്കെ പൈസയൊക്കെ ഉണ്ടാവും, എന്നാലും യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിൽ വളർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചുമ്മാ കിട്ടുന്നുവെന്ന് കണ്ടാൽ അവിടെയെല്ലാം പോകുന്നവരാണ്. അതുകൊണ്ട് ആളുകൾ കുറേയൊക്കെ പോവും എന്ന് മൈത്രേയൻ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. ശരിയാണ്. ഇക്ബാൽ സാറിൻ്റെ പോസ്റ്റിൽ പറയുന്ന ഈ സീമ എന്ന വനിതയുടെയും പോക്കറ്റിൽ പൈസയുണ്ട്. അവർക്കൊരു മാസം കിട്ടുന്ന 12,000 രൂപയിൽ നിന്ന് അവർ യാത്രാ ചിലവിനായി മാറ്റിവെക്കുന്ന രൂപ അവിടെ ഉണ്ട്. അത് സഞ്ചിയിലുള്ളപ്പോഴും അവർ സൗജന്യ യാത്രക്കുള്ള ബസ്സിനായി കാത്തു നിന്നായാലും തിരക്കിയായാലും നിന്നായാലും ഒക്കെ പോകുന്നത് അവരുടെ വരുമാനത്തിൻ്റെ നാളിലൊരു ഭാഗം അവർക്ക് അതുകൊണ്ട് മിച്ചം പിടിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് കീറാത്ത ഒരു യൂണിഫോമോ രാവിലെ ഓരോ കോഴിമുട്ടയോ ഒക്കെ അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ യാത്രാ സൗജന്യം ഉപയോഗിക്കുക എന്നത് സീമയെയും അവരെ പോലെയുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കാര്യത്തിൽ തീർത്തും ന്യായമായ ഒരു സാമ്പത്തിക യുക്തിയാണ്. അത് ചുമ്മാ കിട്ടുന്നത് എന്തും വാങ്ങിക്കളയാമെന്ന ദാരിദ്ര്യജന്യമായ മാനസിക നില കൊണ്ട് ചെയ്യുന്നതാണ്. അമ്പലത്തിലെ അന്നദാനത്തിന് ചെന്ന് കയറുന്നത് പോലെയാണ് KSRTC ഓർഡിനറി ബസ്സിലെ സൗജന്യത്തിന് തിരക്ക് കൂട്ടുന്നത്. സൗജന്യ ബസ്സിന് കാത്തു നിൽക്കുന്നത് സ്ത്രീകളുടെ ജീവിതം പാഴാക്കലാണ് എന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണ്. ഇതൊക്കെ മറ്റാര് പറഞ്ഞാലും എനിക്ക് വലിയ അത്ഭുതമില്ല. കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യ വേദികളിൽ കുറേ കാലമായി ഇത്തരം വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷേ ജീവിതകാലം അത്രയും ഒരു ഇടതുപക്ഷക്കാരനായിരുന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് മൈത്രേയൻ ഇങ്ങനെ പച്ചക്ക് വലതുപക്ഷ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കേൾക്കുന്നത് കുറച്ച് അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ സീമ എന്ന ഒരൊറ്റ വ്യക്തിയുടെ അനുഭവം എടുത്തു പറഞ്ഞുകൊണ്ട് സൗജന്യ യാത്രാ പദ്ധതി സമൂഹത്തിലെ സാധാരണക്കാർക്ക് നൽകുന്ന സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് സാമാന്യവൽക്കരിച്ചു. ഇതൊരു അനക്ഡോട്ടൽ ഫാലസിയാണ് എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ മറ്റ് യുക്തിവാദികൾ എന്നെ ഓർമ്മിപ്പിച്ചേക്കാൻ ഇടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രം ഞാൻ കാണിക്കുന്നത്. ഡൽഹിയിലെ സൗജന്യ യാത്രാ പദ്ധതിയെക്കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു പേപ്പറിൽ നിന്നുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 59% ഗുണഭോക്താക്കൾക്കും പ്രതിമാസം 500 രൂപയോ അതിലധികമോ ലാഭം കിട്ടുന്നുണ്ട് എന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. പേപ്പറിൻ്റെ റെഫറൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈത്രേയൻ്റെ പ്രതികരണത്തിലെ ഈ ഭാഗം മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതാനും ചിലത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു പ്രശ്നം അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധതയ്ക്ക് വളമാകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ പുരുഷന്മാരായ ഫെമിനിസ്റ്റുകളിൽ എനിക്കറിയാവുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞാൽ അതിലാദ്യം ഞാൻ പറയുക മൈത്രേയൻ്റെ പേരാണ്. അതേ മൈത്രേയൻ ഇവിടെ സ്ത്രീവിരുദ്ധതയ്ക്ക് വളമാകുന്ന ചില വർത്തമാനങ്ങൾ പറയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതിലൊരു വിരോധാഭാസമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കാര്യം വിശദീകരിക്കാം. അമ്പലത്തിലെ അന്നദാനം പോലെ ഒരു ദാനം, ആ വാക്ക് തന്നെയാണ് മൈത്രേയൻ പ്രയോഗിക്കുന്നത്. ആ ദാനമാണ് വനിതകളുടെ ഫെയർ ഫ്രീ യാത്ര എന്ന് മൈത്രേയൻ പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കാനായിട്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ കേരളത്തിലെ എങ്ങും കാണുന്നൊരു കാര്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ബസ് യാത്രാ ടിക്കറ്റ് കൺസെഷൻ ഉണ്ടല്ലോ. ഈ കൺസെഷൻ ടിക്കറ്റുകാർ ഇരിക്കാൻ പാടില്ല എന്നാണ് അലിഖിത നിയമം ബസ്സുകളിൽ. അഥവാ ഇരുന്നാൽ ഫുൾ ടിക്കറ്റ് കൊടുക്കുന്നവർ വരുമ്പോൾ അവർ എഴുന്നേറ്റ് കൊടുക്കണം. ഒഴിഞ്ഞ ബസ്സാണെങ്കിൽ മുഴുവൻ ചാർജ് കൊടുക്കുന്ന മുതിർന്നവരെല്ലാം കയറിക്കഴിഞ്ഞ് ബസ് വിടാറാകുമ്പോൾ മാത്രമേ കുട്ടികൾ കയറാൻ പാടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കുന്ന ഇളവെന്നത് അവർക്ക് സമൂഹം നൽകുന്ന ഒരു പ്രത്യേക അവകാശമാണ് എന്ന നിലക്കല്ല, അതൊരു ഔദാര്യമാണ്, ദാനമാണ് എന്ന രീതിയിലാണ് യാത്രക്കാരും ബസ്സുകാരും ഒക്കെ കാണുന്നത്. മൊത്തത്തിൽ മുതിർന്നവരുടെ അടിമകളാണ് കുട്ടികൾ എന്ന മട്ടിലുള്ളതാണ് നമ്മുടെ സാമൂഹിക ബോധം എന്നതുകൊണ്ട് ഈ യാത്രാ കൺസെഷൻ സമം ദാനം എന്ന നെറേറ്റീവ് സമൂഹത്തിൻ്റെ പൊതുവായ ശിശുവിരുദ്ധതയ്ക്ക് വളമായിത്തീരുന്നു. സ്ത്രീ യാത്രക്കാർക്കുള്ള സൗജന്യ ബസ് യാത്ര എന്നതൊരു ദാനമാണ്, അത് വാങ്ങുന്നവർ അഭിമാനമില്ലാത്തവരാണ് എന്ന നെറേറ്റീവ് മൈത്രേയൻ എൻഡോഴ്സ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സമൂഹത്തിൻ്റെ പൊതുവായ സ്ത്രീവിരുദ്ധതയ്ക്ക് വളമാവുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഈ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഒരു വനിത പോസ്റ്റ് ചെയ്തൊരു റീൽ കണ്ടു.
KSRTCയുടെ ഓർഡിനറി ബസ്സിൽ കയറി 0 ചാർജ് ടിക്കറ്റിൽ യാത്ര ചെയ്ത അവരുടെ അടുത്ത് ഫുൾ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു പുരുഷൻ വന്നു നിന്ന് അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. 0 ടിക്കറ്റ് എന്നത് ദാനമാണ്, അഭിമാനമില്ലാത്തവരാണത് അവെയിൽ ചെയ്യുന്നത് എന്ന ഒരു സോഷ്യൽ നെറേറ്റീവ് വാസ്തവത്തിൽ കാലാകാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക പാറ്റേണിനെയാണ് പിന്തുടരുന്നത്. ടേക്ക് എ സിസ്റ്റമിക് കറക്ഷൻ ഓഫ് എ സ്ട്രക്ചറൽ ഇനീക്വാലിറ്റി ആൻഡ് റീഫ്രെയിം ഇറ്റ് ആസ് എ ഹ്യൂമിലിയേറ്റിംഗ് പേഴ്സണൽ ഫേവർ. ഇതാണ് ആ പാറ്റേൺ. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഘടനാപരമായ അസമത്വത്തെ, ആ അസമത്വത്തെ കൈകാര്യം ചെയ്യാനായി ഒരു വ്യവസ്ഥാപിത പദ്ധതി നിലവിൽ വരുമ്പോൾ ആ പദ്ധതിയെ ഒരു അപമാനകരമായ ഒരു ദാനമായി ചിത്രീകരിക്കുക എന്നതാണ് സംഭവിക്കുന്നത്. സാമുദായിക സംവരണത്തിൻ്റെ കാര്യത്തിൽ ഇത് കാണാം. അതൊരു ഔദാര്യമായി ചിത്രീകരിക്കപ്പെടുന്നു. സംവരണം അവെയിൽ ചെയ്യുന്നത് പരിഹാസ്യമായി ചിത്രീകരിക്കപ്പെടുന്നു. മെറിറ്റുള്ളവരെക്കാൾ താഴെപ്പടിയിലുള്ളവരാണ് സംവരണം അവെയിൽ ചെയ്യുന്നവർ എന്നൊരു ആഖ്യാനം സമൂഹത്തിൽ പരക്കുന്നു. സംവരണ അവകാശത്തിൻ്റെ ഗുണഭോക്താക്കളിൽ പോലും തങ്ങൾ അനർഹമായ ഒരു സൗജന്യമാണ് കൈപ്പറ്റുന്നത് എന്നൊരു ആശയക്കുഴപ്പവും ആത്മസംഘർഷവും ഉണ്ടാക്കുന്നതിൽ പോലും ചിലപ്പോൾ ഈ തരത്തിലുള്ള ആഖ്യാനം വിജയിക്കുന്നുണ്ട്. ഈ തന്ത്രത്തിന് നമുക്ക് ദാനതന്ത്രം എന്നൊരു പേര് കൊടുക്കാം. വെൽഫെയർ സ്റ്റിഗ്മറ്റൈസേഷൻ എന്ന പണിയാണ് ചെയ്യുന്നത്. ക്ഷേമ പദ്ധതികളെ ദാനപദ്ധതികളാക്കി ചിത്രീകരിക്കുക. മൈത്രേയൻ ഇത് ബോധപൂർവം ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ശ്വസിക്കുന്ന വായു എന്നതുപോലെ ഉള്ളിലും പുറത്തും ജാതീയതയും പെട്രിയാർക്കിയുമൊക്കെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഡീഫോൾട്ട് സാമൂഹ്യ ആഖ്യാനങ്ങൾ എപ്പോഴും ദളിത് വിരുദ്ധവും എപ്പോഴും സ്ത്രീ വിരുദ്ധവും ഒക്കെ തന്നെയായിരിക്കും. ഒരു നിമിഷത്തെ അശ്രദ്ധ പറ്റിയാൽ ഈ ഡിഫോൾട്ട് നെറേറ്റീവ്സ് നമ്മളെ ആവേശിക്കും. അത് മനസ്സിലാവുന്ന നിമിഷത്തിൽ തന്നെ ഈ ആഖ്യാനങ്ങളെ കുടഞ്ഞെറിയുക, മുന്നോട്ട് പോവുക എന്നത് മാത്രമേ സാധിക്കൂ. പറഞ്ഞു വന്ന കാര്യം ഇതാണ്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് യാത്രാക്കൂലി സൗജന്യമാക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ കാര്യത്തിൽ മൈത്രേയൻ പറയുന്ന വിമർശനത്തിൻ്റെ സ്വഭാവം കാലാകാലമായി സമാനമായ പദ്ധതികൾക്കെതിരെ തൽപരരായ ഡോമിനൻ്റ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചു പ്രചരിപ്പിക്കുന്ന ദാനതന്ത്രം എന്നത് തന്നെയാണ്. സാമുദായിക സംവരണ വിരുദ്ധ ആഖ്യാനങ്ങൾ എങ്ങനെയാണോ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദളിത് വിരുദ്ധതയ്ക്ക് വളമായി തീരുന്നത്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ മൈത്രേയൻ ഉയർത്തുന്ന ദാനവാദം സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധതയ്ക്കും വളമാകുന്നു. ഇത്രയുമാണ് ആദ്യത്തെ ചോദ്യത്തെയും ഉത്തരത്തെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, മൈത്രേയൻ്റെ പ്രതികരണം പൂർണ്ണമായി ഈ വീഡിയോയിൽ ചേർത്തത് നേരത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ അതിൽ നിന്ന് മിസ്കോട്ട് ചെയ്യുകയാണോ എന്ന ഒരു തെറ്റിദ്ധാരണ വരണ്ട എന്ന് കരുതിയിട്ടാണ്. എങ്കിലും എഡിറ്റിംഗ് സമയത്ത് ഇങ്ങനെ ആ ഭാഗം മുഴുവനായി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വിശദീകരണം കൂടി ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ എഡിറ്റിംഗ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ വെബ്കാം ഉപയോഗിച്ച് ഒരു ചെറിയ അടിക്കുറിപ്പ് വീഡിയോ എടുത്ത് ഞാനിത് ചേർക്കുന്നത്. വിഷയം ഇതാണ്. മൈത്രേയൻ ഇവിടെ പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും പോയിൻ്റ് ബൈ പോയിൻ്റായി അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയുമായി നേരിട്ട് ബന്ധമുള്ളതും പ്രധാനമെന്ന് എനിക്ക് തോന്നിയതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. പക്ഷേ ഇവിടെ ചേർത്തിട്ടുള്ള മൈത്രേയൻ്റെ സാമാന്യം ദീർഘമായ പ്രതികരണം പൂർണ്ണമായി കാണുന്ന ഒരാൾ ഞാനതിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് പൂർണ്ണമായ നിശബ്ദത പാലിക്കുന്നു, അതെന്താ എന്ന് ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ വിഷയവുമായി വലിയ ബന്ധമില്ല എന്ന നിലക്ക് ഞാൻ ഒട്ടും സംസാരിക്കാതെ വിട്ട ഒരു പോയിന്റിനെ കുറിച്ച് പറയാം. ബസ്സിൽ സ്ത്രീകളെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 6 സീറ്റുകൾ ഉണ്ട്. ആ സീറ്റുകൾ യഥാർത്ഥത്തിൽ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയല്ല, ഗർഭിണികൾക്കും കുട്ടികൾ കൂടെയുള്ള സ്ത്രീകൾക്കും വേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം എന്നൊരു വാദം ഇത്രയും പറയുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ ട്രെയിനുകളിൽ കലാകാലമായിട്ട് പ്രത്യേകം ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൻ്റെ ഉത്ഭവ ചരിത്രം വ്യത്യസ്തമാണ് എന്നെനിക്കറിയാം. ഈ ബസ്സുകളുടെ കാര്യത്തിൽ ചരിത്രപരമായിട്ട് മൈത്രേയൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം.
ഞാൻ അന്വേഷിച്ച് നോക്കിയെടുത്തോളം അങ്ങനെ ഒരു ചരിത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ട്രെയിനുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഇല്ല. ആ ചരിത്രം അങ്ങനെയല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് 1869 ഒരു പത്രവാർത്തയാണ്. 1869 19-ാം നൂറ്റാണ്ടിലാണ്. ഹിന്ദു ലേഡി ട്രാവലേഴ്സ് എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഞാനീ പറയുന്നത് ലേഡീസ് ഓൺലി ട്രെയിനിലുള്ള ലേഡീസ് ഓൺലി കമ്പാർട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൻ്റെ കാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ റെയിൽവേയിൽ തദ്ദേശീയരായ സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ള പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കാൻ ഉള്ള നിർദ്ദേശം വൈസ്രോയ് അംഗീകരിച്ചു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഈ കാരേജുകളിൽ ഒരു യൂറോപ്യൻ വനിതാ ഗാർഡ് വേണം, ഒരു യൂറോപ്യൻ വനിതാ ടിക്കറ്റ് കളക്ടർ വേണം. സ്ത്രീകളുടെ ബന്ധുക്കളായ പുരുഷന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദെയർ മെയിൽ റിലേറ്റീവ്സ് ഈഫ് എനി എന്നാണ് പറയുന്നത്. ഈഫ് എനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറ്റണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഗർഭിണികൾക്കും കുട്ടികളെ കൂട്ടി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും വേണ്ടിയാണ് ഈ കാരേജുകൾ എന്ന യാതൊരു സൂചനയും നമുക്കതിൽ കാണാനാവില്ല. ഇംഗ്ലണ്ടിലാണെങ്കിൽ 1840-കളിൽ തന്നെ വനിതകൾക്കായിട്ടുള്ള പ്രത്യേക ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അടക്കമുള്ള പൗരാവകാശങ്ങൾ പതുക്കെ പതുക്കെ ലഭിച്ചു തുടങ്ങുകയും അതേസമയം അക്രമോത്സുകമായ പുരുഷ മേധാവിത്വം സമൂഹത്തിൽ നിലനിന്നു പോരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ട്രെയിനുകളിൽ പ്രത്യേക വനിതാ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാൻ കാരണമാക്കിയത്, അതിനാണ് വരാനിടയാക്കിയത് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ചൊക്കെ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാവുന്നത്. ഇതിങ്ങനെ ശ്ലോകത്തിൽ കഴിക്കുന്നത് വളരെ നീട്ടണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ വിശദാംശങ്ങളിലേക്ക് പോയി വീഡിയോ നീട്ടേണ്ട കാര്യമില്ല. ഏതായാലും മൈത്രേയൻ പറഞ്ഞ പോലെ ഗർഭിണികൾക്കോ കുട്ടികളെ കൂട്ടുന്നവർക്കോ മാത്രമായിട്ടുള്ള ഒരു സവിശേഷ സംവരണമാണ് ഇതെന്നതിന് ട്രെയിനുകളുടെ കാര്യത്തിൽ ഒരു തെളിവും ഞാൻ കണ്ടില്ല. ബസ്സുകളുടെ കാര്യത്തിൽ അങ്ങനെ ചരിത്രം കൃത്യമായിട്ട് ഇങ്ങനൊരു ചരിത്രം എവിടെയും ഞാൻ വായിച്ചിട്ടുമില്ല, മൈത്രേയൻ പറഞ്ഞ രീതിയിലുള്ള. അങ്ങനെ തെളിവുണ്ടാവാം, അതെനിക്കറിയില്ല. ഏതായാലും ട്രെയിനുകൾ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ബസ് സർവീസുകൾ വന്നത്. ചരിത്രപരമായിട്ട് അങ്ങനെയാണ്. അതിൽ ഈ ബസ്സുകളിൽ ഒരു വനിതകൾക്കായിട്ടൊരു പ്രത്യേക ഇടം അടയാളപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ട്രെയിനുകളുടെ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു യുക്തിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മൈത്രേയൻ പറയുന്നുണ്ട്. ആ കാര്യത്തിന് തെളിവുണ്ടെങ്കിൽ സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. ചരിത്രപരമായിട്ട് എങ്ങനെ ഇരുന്നാലും ബസ്സുകളിൽ നിലവിൽ 6 സീറ്റ് സ്ത്രീകൾക്ക് നീക്കി വെച്ചിട്ടുണ്ട് എന്നതിന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സ്ത്രീകളുടെ സൗജന്യയാത്ര എന്ന വിഷയവുമായിട്ട് കാര്യമായ യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങനെ പ്രത്യേകം സീറ്റുകൾ ഇല്ലായിരുന്നെങ്കിലും അത് ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ പ്രസക്തവുമല്ല. അപ്പോൾ ഈ വിഷയമൊന്നും ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ പറഞ്ഞിരുന്നില്ല. ഞാൻ രണ്ടാമതും മൈത്രേയൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഭാഗം സംസാരിക്കാതെ വിട്ടു എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കാരണം പറയാൻ വേണ്ടി ഉദാഹരണം പറയും. ഇതുപോലെ ഓരോ കാര്യങ്ങളും എടുത്ത് വളരെ വിശദമായിട്ട് ഞാൻ അതിൽ സംസാരിച്ചിട്ടില്ല. മൈത്രേയൻ്റെ മറുപടിയിൽ നിങ്ങൾ കേൾക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഒന്നൊന്നായി എടുത്ത് വിശകലനം ഞാൻ ശ്രമിച്ചിട്ടില്ല. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം അനുവദിച്ച പദ്ധതിയുമായി നേരിട്ട് ബന്ധമുള്ള പരാമർശങ്ങളിൽ പ്രധാനമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. വീഡിയോവിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുള്ളത് ഇതേ വിഷയത്തിൽ വേറൊരു വ്യക്തി ഉന്നയിക്കുന്ന ഒരു ചോദ്യവും അതിനുള്ള മൈത്രേയൻ്റെ മറുപടിയുമാണ്. ആ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതേ ഒരു ചോദ്യം ചോദിക്കാം ഈ വിഷയത്തെ. അല്ലേ, നമുക്ക് ഇപ്പോൾ സ്ത്രീകൾ സമത്വം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പുരുഷന് ഒപ്പത്തിനൊപ്പം ഞങ്ങൾക്കും അവകാശം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇതിങ്ങനെ വരുമ്പോൾ പരസ്യമായിട്ട് ഈ പുരോഗമനപരമായ ഒരു സംഘടനയിലുള്ള സ്ത്രീകളും പരസ്യമായിട്ട് എന്ത് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കും പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് സ്ത്രീകളാരും ഇത് പറയാതിരിക്കും? കാരണം അവർക്ക് സമത്വം വേണമെന്നാണല്ലോ പറയുന്നത്. എല്ലാത്തേനും ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ടേ ഈ വിഷയം വന്ന് ബസ്സിൽ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ പുരുഷന്മാർക്കില്ല അതൊരു ആനുകൂല്യം കിട്ടുന്നു. അവരാരും പുരോഗമന ചിന്താഗതിയുള്ള ഒരാളും എന്ത് പറഞ്ഞില്ല, ഇതിനെതിരെ ഒരു സ്ത്രീയും രംഗത്ത് വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഈ ചോദ്യം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നിരാശയുണ്ട്. ഇതുപോലുള്ള ലോകവീക്ഷണവും ഇതുപോലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും ഉള്ളൊരു സമൂഹത്തോടാണല്ലോ യുക്തിചിന്തയെക്കുറിച്ചും ആധുനികതയെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചും ഒക്കെ പറയാൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എത്രത്തോളം ദുഷ്കരമാണ്, ഏതളവിൽ പ്രയോജനരഹിതമാണ് നമ്മുടെ ശ്രമങ്ങളെന്ന് ബോധ്യമാകുമ്പോൾ
സ്വാഭാവികമായി നിരാശ തോന്നുന്നുണ്ട്. ഇതൊരൊറ്റ വ്യക്തിയുടെ ചോദ്യമാണ് എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പാട്രിയാർക്കിയിൽ ഉപ്പിലിട്ട ഒരു ഉപ്പുമാങ്ങാ സമൂഹമാണ് നമ്മളുടേത് എന്നതുകൊണ്ട് പുരുഷാധിപത്യ നീരസം, പാട്രിയാർക്കൽ റെസൻമെൻറ്റ് തുളുമ്പി നിൽക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ സമൂഹത്തിലെ വലിയൊരു ഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പുരുഷാധിപത്യ നീരസത്തിൻ്റെ തുള്ളിത്തുളുമ്പൽ അതൊന്നും ഞാൻ പ്രത്യേകമായി എടുത്തു കാണിച്ചു തന്ന് വിശദീകരിക്കുന്നില്ല. അത്യാവശ്യം ആധുനികമായ സെൻസിബിലിറ്റികളോ ആർക്കും അത് വ്യക്തമാവും. അല്ലാത്തവരെ ഇനിയിപ്പോൾ അത് കാണിച്ചു കൊടുത്താലും അവർക്കത് മനസ്സിലാവാനിടയില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഈ ചോദ്യത്തിലടങ്ങിയ സമത്വവിരുദ്ധമായൊരു വലതുപക്ഷ രാഷ്ട്രീയ തന്ത്രത്തെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇത് തുല്യത എന്ന ആശയത്തെ വെപ്പണൈസ് ചെയ്യുക എന്നൊരു കാര്യം ചോദ്യകർത്താവ് ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടന നിലവിൽ വന്ന ദിവസം മുതൽ സമൂഹത്തിലെ മേൽക്കോയ്മയുള്ള വിഭാഗങ്ങൾ പയറ്റുന്ന ഒരു അടവാണ് ഈ ആശയത്തെ തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുക എന്നത്. ഉദാഹരണം പറയാം. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. 5-ാമത്തെ മാസം 1950 ജൂൺ മാസം 7-ാം തീയതി ചെമ്പകം ദൊരൈരാജൻ എന്ന ഒരു ബ്രാഹ്മണ യുവതി കക്ഷിയായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നു. 1927 മുതൽ തമിഴ്നാട്ടിൽ നിലവിലുള്ള സാമുദായിക സംവരണം എടുത്തു കളയണം, എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് ഭരണഘടന പറയുന്നുണ്ട്, അതുകൊണ്ട് ദളിതർക്കോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കോ ഒക്കെ ഇനി മുതൽ സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു വാദം. ഹൈക്കോടതി ആ വാദം ശരിവെച്ചു, സംവരണം എടുത്തു കളയാൻ ഉത്തരവിട്ടു. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് സുപ്രീം കോടതിയിൽ അപ്പീലും സമർപ്പിച്ചു. സുപ്രീം കോടതിയും ബ്രാഹ്മണവാദം അംഗീകരിച്ചു. ഹൈക്കോടതിൻ്റെ വിധി ശരിയാണെന്ന് തീർപ്പേൽപ്പിച്ചു. പിന്നെ ഈ പ്രശ്നം നമ്മുടെ ഭരണഘടനാ ശില്പികൾ മറികടന്നത് 1-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഈ ചെമ്പകം ദൊരൈരാജൻ കേസിൽ നമ്മൾ കാണുന്ന കാര്യമാണ് തുല്യത എന്ന ആശയത്തിൻ്റെ വെപ്പണൈസേഷൻ, അതിനൊരു ആയുധമായി ഉപയോഗിക്കുക. അതേ തരം ഒരു ആയുധവൽക്കരണമാണ് ഈ ചോദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തുല്യത എന്ന ആശയത്തെ ഒരു ആയുധമാക്കി പ്രയോഗിച്ചുകൊണ്ട് പുരുഷന്മാർക്കില്ലാത്ത ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കൊടുക്കുന്നത് തെറ്റാണ്, പുരോഗമന ചിന്താഗതിയുള്ള സ്ത്രീകൾ അത് സ്വീകരിക്കരുത്, പുരോഗമന സ്ത്രീ സംഘടനകൾ അതിനെതിരെ രംഗത്ത് വരണം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാലാകാലമായി പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ പരിമിതികൾ അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അവർക്ക് ഗുണകരമായൊരു പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് സമത്വവിരുദ്ധതയായും പുരുഷന്മാരോടുള്ള ഒരു അനീതിയായും കാണുന്നത് അബദ്ധമാണ്. ഏറ്റവും ലളിതമായ ഉദാഹരണം പറയാം. ഒരു റോഡിൻ്റെ ഒരു പകുതിയിൽ വലിയൊരു കുഴിയുണ്ട്. അവിടെ സ്ഥിരമായി അപകടം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. ആ കുഴി മെറ്റലും ടാറും ഉപയോഗിച്ച് റിപ്പയർ ചെയ്യുന്നു. അത് കണ്ടിട്ട് കുഴിയില്ലാത്ത വശം ഉപയോഗിക്കുന്ന യാത്രക്കാരൻ ഇത് അനീതിയാണ്, റോഡിൻ്റെ ഈ ഭാഗത്ത് പ്രയോഗിക്കാത്ത ടാറും മെറ്റലും ഒന്നും ആ ഭാഗത്തും പ്രയോഗിക്കാൻ പാടില്ല എന്ന് ആക്രോശിച്ചാൽ അതങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഇന്നും ഏറെക്കുറെ പരതന്ത്രകളും നിസ്വരമായി കഴിയുന്ന സ്ത്രീകൾക്ക് 20-30 രൂപയുടെയൊക്കെ ഓർഡിനറി ബസ് ടിക്കറ്റ് നൽകാനുള്ള ഈ പദ്ധതി അന്യായമാണ്, പുരുഷന്മാർക്കില്ലാത്ത ഈ സൗജന്യം സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അധാർമികമാണ്, സ്ത്രീകളത് ത്യജിക്കണം എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യം കൂടി, ഈ ചോദ്യം മൊത്തത്തിൽ ശ്രദ്ധിച്ചാൽ അതിലൊരു പരിശുദ്ധിവാദം കൂടി നമുക്ക് കാണാം. സ്ത്രീകൾ സമത്വം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒപ്പത്തിനൊപ്പം ഞങ്ങൾക്കും അവകാശം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് തുടങ്ങിയ ശേഷം അദ്ദേഹം തൻ്റെ ചോദ്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബസ്സിൽ ഫ്രീ ആയിട്ട് എന്ന് വന്നപ്പോൾ, പുരുഷന്മാർക്കില്ലാത്ത ഒരു ആനുകൂല്യം കിട്ടുമെന്ന് വന്നപ്പോൾ അവരാരും പുരോഗമന ചിന്താഗതിയുള്ള ഒരാളും എന്ത് പറഞ്ഞില്ല, ഇതിനെതിരെ ഒരു സ്ത്രീയും രംഗത്ത് വന്നില്ല, അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് അവസാനിപ്പിക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാരുടേതിന് തുല്യമായ അവകാശങ്ങൾക്കായി വാദിക്കാൻ അർഹത നേടണമെങ്കിൽ അവർ ത്യാഗം ചെയ്യാൻ സന്നദ്ധരായി വിശുദ്ധരായിരിക്കണമെന്നാണ് വാദം. നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഈ സൗജന്യ ബസ് യാത്ര പോലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ ത്യജിക്കണം എന്നാണ്. എന്നാൽ മാത്രമേ നിങ്ങൾ പുരോഗമന ചിന്താഗതിയുള്ള സ്ത്രീകളാണ് എന്ന് സമ്മതിക്കൂ. ആര് സമ്മതിക്കൂ? ഞങ്ങൾ പുരുഷന്മാർ സമ്മതിക്കൂ. മനുഷ്യ സമത്വം എന്നതിനെ ആൾജിബ്രയിലെ സമത്വം പോലെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗണിത പാഠപുസ്തകത്തിലുള്ള ഒരു സമവാക്യത്തിലെ തുല്യ ചിഹ്നത്തിൻ്റെ ഇരുപുറവും എന്നതുപോലെ അല്ല സ്ത്രീ പുരുഷ സമത്വം എന്നത്. ദൈനംദിന ജീവിതത്തിലും വിദ്യാഭ്യാസം, തൊഴിൽ, ദാമ്പത്യം തുടങ്ങിയിട്ടുള്ള അനേകം കാര്യങ്ങളിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ നേരിടുന്ന എത്രയോ അധിക അസ്വാതന്ത്ര്യങ്ങളും തടസ്സങ്ങളുമുണ്ട്. ഇതൊക്കെ മറികടക്കുക എന്നതിലെ റിയൽ വേൾഡ് വെല്ലുവിളികളാണ്
പുരോഗമന ചിന്താഗതിയുള്ള സ്ത്രീകൾ അവരുടെ പ്രവർത്തനത്തിൽ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്നത്. അതല്ലാതെ ചില പരിശുദ്ധ ടെക്സ്റ്റ് ബുക്ക് സങ്കല്പങ്ങൾക്കനുസരിച്ച് അരങ്ങേറുന്ന ഒരു കലാപ്രകടനം ഒന്നുമല്ല സ്ത്രീ സമത്വത്തിനായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന അസ്വാതന്ത്ര്യങ്ങളെയും വിവേചനങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്ന ഓരോ ചെറിയ പദ്ധതിയെയും അവർ സ്വാഗതം ചെയ്യും, അവരതിൽ പറ്റുകയും ചെയ്യും. പുരോഗമന ചിന്താഗതിയുള്ള സ്ത്രീകൾ എന്തുകൊണ്ട് സൗജന്യ യാത്രയെ എതിർക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ആ പദ്ധതി സ്ത്രീകളുടെ അസ്വാതന്ത്ര്യങ്ങളിലൊന്നിനെ നേരിടാൻ ചെറുതെങ്കിൽ ചെറിയൊരു സഹായമാണ് നൽകുന്നത് എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. പുരുഷാധിപത്യത്തിൻ്റെ ഗണിത പുസ്തകത്തിലെ ബാലിശമായ സമവാക്യങ്ങളിൽ അവർ അവരുടെ സമത്വബോധത്തെ തളച്ചിട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. ആ സമവാക്യങ്ങൾ നിർദ്ദേശിക്കുന്ന ത്യാഗപൂർണമായ പരിശുദ്ധിക്ക് അവർ പുല്ല് വിലയേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് ഉത്തരം. ഇത്രയുമാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ചോദ്യത്തിന് സാമാന്യം ദീർഘമായൊരു മറുപടി മൈത്രേയൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ദീർഘമായ മറുപടി ആദ്യത്തെ 2 വാചകങ്ങളിൽ തന്നെ പൂർണ്ണമാണ്. ആ മറുപടി പൂർണ്ണമാണ്. ആ 2 വാചകം നമുക്ക് കേൾക്കാം. സ്ത്രീയും രംഗത്ത് വന്നില്ല, അതെന്തുകൊണ്ടായിരിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ കാരണം മാത്രമേ ഉള്ളൂ. വെറുതെ കിട്ടുന്നത് എടുക്കാം എന്ന് ആലോചിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അത് പൊതുവേ ദരിദ്രരായ ഒരു സമൂഹത്തിനകത്ത് വളരുന്നവരുടെ ഒരു യുക്തിക്കകത്താണ്. ഇതാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം മാത്രമേ ഉള്ളൂ. വെറുതെ കിട്ടുന്നത് എടുക്കാം എന്നാലോചിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അത് പൊതുവേ ദരിദ്രരായ ഒരു സമൂഹത്തിനകത്ത് വളരുന്നവരുടെ ഒരു യുക്തിക്കകത്താണ്. ഇതാണ് പറഞ്ഞത്. ഒന്നും പറയാനില്ല എന്നല്ലാതെ മൈത്രേയൻ്റെ ഈ മറുപടിയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ പാട്രിയാർക്കൽ റെസൻമെൻറ്റ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ ചോദ്യം കേട്ടാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ കേരള പൊതുമണ്ഡലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മൈത്രേയൻ ഉടനെ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഇയാൾക്ക് എങ്ങനെയാണ് ഒരു ആധുനിക മനുഷ്യൻ ഈ വിഷയങ്ങളെ കാണുന്നത് എന്ന ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ചോദ്യം ഉന്നയിക്കുന്നത് എന്നോ മറ്റോ മൈത്രേയൻ പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊന്നും പറഞ്ഞില്ല. അതുപോട്ടെ, ആ ചോദ്യത്തെ അപ്പടി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. താൻ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യവാസികളുടെ സവിശേഷ മനോനില കാരണമാണ് പുരോഗമന ചിന്താഗതിയുള്ള സ്ത്രീകൾ സൗജന്യ യാത്രയെ എതിർക്കാത്തത് എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം. താനൊരു ഇടതുപക്ഷക്കാരനാണ് എന്ന് മൈത്രേയൻ സ്വയം അടയാളപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ധാരണ. ആ ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നുണ്ട്. ഏതായാലും ഞാനറിയുന്ന മൈത്രേയൻ ഏതു കാലവും സമത്വം, മനുഷ്യ പുരോഗതി, സ്വയം നിർണയാവകാശം, യുക്തിബോധം എന്നീ ഇടതുപക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അല്ലാതെ ഹെറാർക്കി, സ്റ്റെബിലിറ്റി, ഹെറ്ററോണമി, ഇറാഷണലിസം തുടങ്ങിയിട്ടുള്ള വലതുപക്ഷ നിലപാടുകളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്നുവരെയും ഒരു ഇടതുപക്ഷക്കാരനായി തന്നെയാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ഒരു ഔട്ട്റൈറ്റ് വലതുപക്ഷ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരം മൈത്രേയനിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കാനിടയായത്. എന്തുകൊണ്ടാണ് ഇതൊരു വലതുപക്ഷ രാഷ്ട്രീയ നിലപാടാവുന്നത് എന്ന് ഞാൻ പലതവണ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഒരു ഉപസംഹാരം എന്ന നിലയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം കൺസേൺ ഫോർ ദ ഡിസഡ്വാൻറ്റേജ്ഡ് എന്നുള്ളതാണ്. എളുപ്പത്തിൽ ആർക്കും നോക്കാവുന്ന ഒരു റെഫറൻസ് എന്ന നിലയ്ക്ക് വിക്കിപീഡിയയിലെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എന്ന ലേഖനത്തിലെ ഒരു ഭാഗം ഇവിടെ കാണിക്കാം. ഇവിടെ പറയുന്ന ആശയം ഇതാണ്: സമൂഹത്തിൽ നീതീകരിക്കാനാവാത്തതും ലഘൂകരിക്കുകയോ തുടച്ചു നോക്കുകയോ ചെയ്യേണ്ടതും ആയ അസമത്വങ്ങൾ നിലനിൽക്കുന്നു എന്ന ബോധ്യം, ഈ അസമത്വങ്ങൾ കാരണമായി താരതമ്യേന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരോടുള്ള കരുതൽ, ഇത് രണ്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാമാന്യ സ്വഭാവങ്ങളാണ് എന്നാണ് പറയുന്നത്. ബസ്സിലെ സൗജന്യം വാങ്ങുന്നവർ അഭിമാനമില്ലാത്തവർ എന്ന ഈ വീഡിയോയിൽ മൈത്രേയൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന നിലപാടായ കൺസേൺ ഫോർ ദ ഡിസഡ്വാൻറ്റേജ്ഡ് എന്നതിൽ നിന്ന് അദ്ദേഹം വഴിമാറി എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇതൊരു താൽക്കാലിക അപഭ്രംശമാണെന്നും പതിതരോടുള്ള ഐക്യദാർഢ്യം എന്ന പുരോഗമന പക്ഷത്തിൻ്റെ നിലപാടിലേക്ക് അദ്ദേഹം തിരിച്ചു വരും എന്നുമാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.